Good morning, all of you. Welcome back to the classes of Quantity Survey 1. Diploma in Civil Engineering Quantity Survey 1 സെമസ്റ്റർ നാലിലെ സബ്ജക്റ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റി സർവേ, നമുക്കറിയാം. അപ്പോൾ അതിലെ മൊഡ്യൂൾ നമ്പർ 2 and 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് മീ മുഹമ്മദ് റഹീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടേക്കിംഗ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. മുൻപ് ഒരു ഏപ്രിൽ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ചെയ്യുന്നതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സെക്ഷണൽ വ്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ ആസ്കിങ് ടു ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റീസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ ആവശ്യമുള്ള എന്തൊക്കെ ഐറ്റംസ് ഓഫ് വർക്ക് ആണ് ഉള്ളത്, അതിൽ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. സോ ദിസ് ഈസ് ദ പ്ലാൻ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ പ്ലാൻ ഞാൻ മുൻപത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് എ ഹാൾ, എ ബെഡ്റൂം, എ കിച്ചൺ, എ ഡൈനിങ് ആൻഡ് 2 ടോയ്ലറ്റ്സ്. അതിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. റൂമിൻ്റെ ഇൻറ്റേർണൽ ഡയമെൻഷൻ ആയിട്ടുള്ള 3.6, 3.6, 2.7, 3000. അങ്ങനെ നമുക്ക് മെഷർമെൻറ്റ്സ് എല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ ദ വാൾ തിക്നെസ് ഈസ് ഗിവൺ ആസ് 200 mm ആൻഡ് ഓൾ ദി ഡിമെൻഷൻസ് given in this figure are in mm, millimeterലാണ് തന്നിട്ടുള്ളത്. ആൻഡ് വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു ദ മീറ്റേഴ്സ് ഫോർ എഫിഷ്യൻറ്റ് കാൽക്കുലേഷൻ. നമ്മൾ നോർമലി എല്ലാ കാര്യങ്ങളും മീറ്ററിലോ സെൻറ്റിമീറ്ററിലോ ഒക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ അതിനെ നമ്മൾ മീറ്ററിലോട്ടോ സെൻറ്റിമീറ്ററിലോട്ടോ വിച്ച് എവർ ഈസ് കംഫർട്ടബിൾ ടു യു, ആ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഞാൻ ഏറ്റവും കോമൺ ആയിട്ട്, അതല്ലെങ്കിൽ പൊതുവെ ഒരു സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ മെത്തേഡ് പ്രകാരം നമ്മൾ മീറ്ററിലുള്ള കാൽക്കുലേഷനാണ് എപ്പോഴും ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്ലാൻ തന്നിട്ടുണ്ട്. ഹിയർ ദ പ്ലാൻ ഈസ് ഗിവൺ. അപ്പോൾ ഇതിൽ ഓപ്പണിങ്സ് തന്നിട്ടുണ്ട്, ഡോർസ് ആൻഡ് വിവിധ തരത്തിലുള്ള ഡോറുകൾ ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, വിൻഡോസ് തന്നിട്ടുണ്ട്. ആൻഡ് ആ ഡോറിൻ്റെ പെർട്ടിക്കുലർ ഡയമെൻഷൻസ്, അതായത് ആ ഡോറിൻ്റെ ഓപ്പണിംഗ് എത്രത്തോളം ഉണ്ട്, അതായത് D1 എന്നുള്ള ഡോറിൻ്റെ വീതി 1.1 മീറ്ററും ഉയരം 2.1 മീറ്ററുമാണ്. D2 എന്ന ഡോറിൻ്റെ അത് ഇങ്ങനെ ഓരോന്നിൻ്റെയും പെർട്ടിക്കുലർ ഡയമെൻഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു റൈറ്റ് നൗ ഈസ് ക്ലിയർലി ഡ്രോ ദിസ് പ്ലാൻ ആൻഡ് സെക്ഷണൽ വ്യൂ. ഓക്കെ, സെക്ഷണൽ വ്യൂ ഇവിടെയാണ് തന്നിട്ടുള്ളത്. സെക്ഷണൽ വ്യൂവിൽ പാരപ്പറ്റ് തന്നിട്ടുണ്ട്, റൂഫ് സ്ലാബ് തന്നിട്ടുണ്ട്, വാൾ തന്നിട്ടുണ്ട്. ഹിയർ ദ ലിന്റൽ ഈസ് ഗിവൺ, basement is given, foundation, PCC, everything is given in the figure. So what you have to do is clearly draw this figure, mark all the dimensions given in this figure, and അടുത്ത സ്റ്റെപ്സിൽ നമ്മൾ ഓരോ ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ് മെഷർ ചെയ്യുക, ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് നമ്മൾ ഇതിലൂടെ പഠിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് പ്രകാരമുള്ള എല്ലാ ഡിമെൻഷൻസ് ടേക്കിങ്ങും നമ്മൾ പഠിക്കുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പോസ് ദ വീഡിയോ ആൻഡ് ഡ്രോ ദിസ് ഫിഗർ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്ലാനിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് വരച്ചിട്ടുണ്ട്. ആൻഡ് എവറിത്തിങ് ഈസ് മാർക്ക്ഡ് ഹിയർ. ഹാൾ ഈസ് ദർ, ബെഡ്റൂം ഈസ് ദർ, ഡൈനിങ് ഈസ് ദർ, കിച്ചൺ ഈസ് ദർ ആൻഡ് 2 ടോയ്ലറ്റ്സ് ആർ ദർ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് മോഡിഫൈ ചെയ്ത് വരച്ചത്. ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? വി ഹാവ് ടു ഫൈൻഡ് ദ സെൻറ്റർ ലൈൻ ലെങ്ത് ഓഫ് ദിസ് ഫിഗർ. സോ അതിന് നമ്മൾ സെൻറ്റർ ലൈനൊക്കെ മാർക്ക് ചെയ്യണം. അതിനു മുമ്പ് ഈ ഫിഗർ നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുള്ള ആ ഒരു പ്ലാൻ, അത് വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. അപ്പോൾ അതിലെല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. താഴെ ഒരു PCC ലെയർ ഉണ്ട്, അത് കഴിഞ്ഞൊരു ഫൗണ്ടേഷൻ ലെയർ, ബേസ്മെൻറ്റ് ലെയർ, ആൻഡ് വാൾ ഈസ് ദ, ഓപ്പണിങ്സ് ആർ ഗിവൺ, ഡോർ, വിൻഡോ, എവറിത്തിങ് ഈസ് ദ, ആൻഡ് എ സ്മോൾ ലെയർ ഓഫ് ലിന്റൽ ഈസ് ദ, ആൻഡ് റൂഫ്, parapet, everything is given in this figure. And we will be describing everything in detail in the coming slides. What is earthwork excavation? We need to know about these quantities of work. നമുക്ക് വിവിധ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടെത്താനുണ്ട്. അപ്പോൾ അതിലുള്ള ഓരോ ടേമുകൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്താണ്. വാട്ട് ഈസ് എർത്ത് വർക്ക് എക്സ്കവേഷൻ? എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ തറ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൽ ഒരു കുഴി കുത്തും. എന്തിനു വേണ്ടിയിട്ടാണ് മണ്ണിൽ കുഴി കുത്തുന്നത്? നമ്മൾ മണ്ണിൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ ഗ്രൗണ്ട് ലെവലിൽ സോയിൽ എപ്പോഴും ഒരു ഹാർഡ് സോയിൽ ആവാൻ സാധ്യതയില്ല. നമ്മൾ ഇടുന്ന ഓർഗാനിക് വേസ്റ്റുകളും അവിടെ വളരുന്ന ചെടികളും മറ്റു വസ്തുക്കളെല്ലാം കാരണം ഒരു എന്താ പറയുക,
ഒരു ലൂസ് സോയിൽ ആയിരിക്കും, ഒരു ഓർഗാനിക് കണ്ടൻസ് ഒരുപാടുള്ള ചീഞ്ഞളിഞ്ഞ മെറ്റീരിയൽസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സോയിൽ ആയിരിക്കും എപ്പോഴും ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാവുക. ആൻഡ് വി കനോട്ട് പുട്ട് ഓർ വി കനോട്ട് കൺസ്ട്രക്ട് ദ ഫൗണ്ടേഷൻ ഓവർ ദിസ് സോയിൽ. ഈ ലെവലിൽ നമ്മൾ ഫൗണ്ടേഷൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ലോഡ് താഴോട്ട് കൊടുക്കാൻ പറ്റില്ല. ഇഫ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ സോഫ്റ്റ് ആയിട്ടുള്ള സോയിലിന് അത്രയും ലോഡ് ബെയർ ചെയ്യാൻ സാധിക്കില്ല. സോ ഒരു ഹാർഡ് സ്ട്രാറ്റ ഫൈൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ മണ്ണിൽ കുഴി കുത്തി ആ താഴ്ഭാഗത്ത് നിന്ന് വേണം നമ്മൾ നിർമ്മാണം തുടങ്ങാൻ. സോ ഇവിടെ ഈ സെക്ഷൻ ഫിഗർ നോക്കൂ. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ ഗ്രീൻ കളറിലുള്ള ഗ്രൗണ്ട് ലെവൽ. ഈ ഗ്രീൻ കളറിലുള്ള ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഇത്ര താഴോട്ട് കുഴിച്ചിട്ടാണ് വി ആർ സ്റ്റാർട്ടിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫൗണ്ടേഷൻ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഏറ്റവും താഴെ PCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, സിമെന്റിന്റെ കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മൾ താഴ്ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യുന്നതിനെയാണ് PCC എന്ന് പറയാം. ഈ PCC കൊടുക്കുന്നത് മുകളിൽ നിന്നും വരുന്ന ഈ ലോഡിനെ എൻറ്റയർ ഏരിയയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അപ്പോൾ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. വൈ ആർ വി ഡൂയിങ് ദ എക്സ്കവേഷൻ? വി ഹാവ് ടു ഫൈൻഡ് എ ഹാർഡ് സ്ട്രാറ്റ ടു കൺസ്ട്രക്ട് ദ ഫൗണ്ടേഷൻ. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി വി ഹാവ് ഗോട്ട് എ ഹാർഡ് സ്ട്രാറ്റ. ആൻഡ് ആ ഹാർഡ് സ്ട്രാറ്റയിൽ നിന്നും നമ്മൾ PCC ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഫൗണ്ടേഷൻ കിട്ടി. ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ വി ആർ കൺസ്ട്രക്ടിങ് എ ബേസ്മെൻറ്റ്. ആ ബേസ്മെൻറ്റിൻ്റെ മുകളിലാണ് വി ആർ കൺസ്ട്രക്ടിങ് ദ വാൾ ഓഫ് ദിസ് റെസിഡൻഷ്യൽ ഹൗസ്. അപ്പോൾ എത്ര താഴ്ചയിലാണ് നമ്മൾ ഈ കുഴി കുഴിക്കേണ്ടത്, എത്ര വീതിയിലാണ് നമ്മൾ ഈ കുഴി കുഴിക്കേണ്ടത് എന്നുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഈസ് റിക്വയർഡ് ഫോർ ദിസ് എൻറ്റയർ പ്രോജക്റ്റ്. ഈ ടോട്ടൽ പ്രോജക്റ്റിൻ്റെ എല്ലാ ചുമരും നിർമ്മിക്കാനുള്ള തറയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം മണ്ണ് കോരി ഒഴിവാക്കണമെന്ന് നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയാം. സോ യു ഷുഡ് നോട്ട് ബി ഹാവിങ് എനി ഡൗട്ട് ഇൻ ദ ഫർദർ ക്ലാസ്സസ്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് PCC ഫോർ ഫൗണ്ടേഷൻ. നമ്മൾ ഈ കുഴിച്ച് എക്സ്കവേറ്റ് ചെയ്ത ഈ കുഴിയിൽ, എക്സ്കവേഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ കുഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സ്കവേഷൻ നടത്തിയ ഈ കുഴിയിൽ നമ്മൾ ഫസ്റ്റ് ലെയർ ഓഫ് PCC കൊടുക്കും. അതായത് PCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. സ്റ്റീലൊന്നുമില്ലാതെ സിമെന്റും മണലും കരിങ്കല്ലും വെള്ളവും ചേർത്തുണ്ടാക്കിയ കോൺക്രീറ്റ് മിക്സ് ആ കുഴിയിൽ പരത്തി വെച്ച് ഒരു ഹാർഡ് സർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് PCC ഫോർ ഫൗണ്ടേഷൻ എന്ന് പറയുക. അതായത് ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടി താഴെ കൊടുക്കുന്ന ആ സിംഗിൾ ലെയർ ഓഫ് PCC, അതിനെ പറയുന്ന പേരാണ് PCC ഫോർ ഫൗണ്ടേഷൻ. ആൻഡ് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു സ്കെച്ച് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിലൊക്കെയാണ് പലരും ചെയ്യുക. 10 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള ഇങ്ങനെ ഒരു ലെയർ ആയിരിക്കും നമ്മൾ ആ കുഴിയിൽ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഇനി എന്ത് കെട്ടാൻ? ഫൗണ്ടേഷൻ കെട്ടാൻ. സോ ബിഫോർ കൺസ്ട്രക്ടിങ് ദ ഫൗണ്ടേഷൻ വി ഹാവ് ടു ക്രിയേറ്റ് എ ബെഡ് ഫോർ ദാറ്റ്, അല്ലേ? ആ ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടി നമുക്കൊരു പ്രോപ്പർ ബെഡ് സർഫേസ് താഴെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ PCC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the next step is RRM for foundation. What is RRM? You might have heard that. RRM is random rubble masonry. നമ്മൾ തേർഡ് സെമസ്റ്ററിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ള സ്റ്റോൺ മേസൺറി എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ് RRM ഓർ റാൻഡം റബിൾ മേസൺറി. അതായത് കരിങ്കല്ല് കൊണ്ട് കൃത്യമായി പടുത്തുയർത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനെയാണ് റാൻഡം റബിൾ മേസൺറി എന്ന് പറയുക. അപ്പോൾ കരിങ്കല്ലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് അത് നമ്മുടെ നാടുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് നോർമലി ചെങ്കല്ലുകളാണ്. അതിനെ നമ്മൾ ലാറ്ററൈറ്റ് സ്റ്റോൺ മേസൺറി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ കരിങ്കല്ല് കൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു കോമൺ പ്രാക്ടീസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ അത് റാൻഡം റബിൾ മേസൺറി തന്നെയാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ താഴെ കൺസ്ട്രക്ട് ചെയ്ത ആ ഒരു എക്സ്കവേറ്റഡ് ലെയറിൽ നമ്മൾ ആദ്യം ഒരു ലെയർ ഓഫ് PCC ഇട്ടിരുന്നു. ആ PCCയുടെ മുകളിൽ വി ആർ കൺസ്ട്രക്ടിങ് എ ലെയർ ഓഫ് ഫൗണ്ടേഷൻ. And that foundation is constructed using RRM. What is RRM? It is the construction made of random rubble stones. കരിങ്കല്ലിന്റെ ലെയറുകൾ കൊണ്ട് ഉണ്ടാക്കിയ, കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് റാൻഡം റബിൾ മേസൺറി എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതോടുകൂടി ഈ സർഫേസ് ഗ്രൗണ്ട് ലെവലിൽ എത്തുകയാണ്. ഗ്രൗണ്ട് ലെവൽ സർഫേസിലേക്ക് ടോട്ടൽ കൺസ്ട്രക്ഷൻ എത്തിയിട്ടുണ്ട്. ആൻഡ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് വി ഹാവ് ടു കൺസ്ട്രക്ട് ദ ബേസ്മെന്റ്. ബേസ്മെന്റ് എവിടെയാണ് ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് ഓവർ ദ
ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മളൊരു ലെയർ PCC ഇട്ടു, PCCയുടെ മുകളിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കി, ഫൗണ്ടേഷൻ്റെ മുകളിലാണ് നമ്മൾ ബേസ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആൻഡ് ആ ബേസ്മെൻറ്റ് നമ്മളെ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലായിരിക്കും. ആൻഡ് സോ നമ്മൾ ഒരു വീടിൻ്റെ തറ എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഭാഗമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബേസ്മെൻറ്റ് എന്നുള്ള വാക്ക്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് ബേസ്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഹോളോ ആയിരിക്കും, അതിൽ കാലിയായി കിടക്കായിരിക്കും. ആൻഡ് വി ഹാവ് ടു ഫിൽ ദാറ്റ്. അപ്പോൾ നമ്മൾ ഈ ഫിഗർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഏറ്റവും താഴെയുള്ളത് PCC ആണ്, അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ ആണ്, അതിൻ്റെ മുകളിൽ ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ള ആണ് നമ്മുടെ ബേസ്മെൻറ്റ്. ആൻഡ് ഓൾ ദീസ് സ്ട്രക്ചേഴ്സ് ആർ, അതായത് ഫൗണ്ടേഷനും ബേസ്മെൻറ്റും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് യൂസിങ് RRM ആണ്, റാൻഡം റബിൾ മേസൺറി ഓർ കരിങ്കല്ല് കൊണ്ടുള്ള പടവ് എന്ന് അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എർത്ത് ഫില്ലിംഗ് ഇൻസൈഡ് ദ ബേസ്മെൻറ്റ്. നമ്മൾ കെട്ടിയ ഈ തറയുടെ ഉള്ളിൽ മണ്ണ് നിറക്കുക. എർത്ത് ഫില്ലിംഗ്. എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മണ്ണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇനി എൻ്റയർ കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ എർത്ത് എന്ന് യൂസ് ചെയ്യുന്നത് മണ്ണ് എന്ന് തന്നെയാണ് അർത്ഥം വെക്കുന്നത്. സോ എർത്ത് ഫില്ലിംഗ് ഇൻസൈഡ് ദ ബേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിർമ്മിച്ച തറയുടെ അകത്ത് മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നതിനെയാണ് എർത്ത് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ ഉള്ളത്. ഇനി എന്തായിരിക്കും ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുക? നമുക്ക് ഇതിൻ്റെ ചുമര് നിർമ്മിക്കണം. അപ്പോൾ ചുമര് നിർമ്മിക്കുമ്പോൾ നമ്മൾ 2 ഘട്ടമായിട്ടാണ് ഇത് സാധാരണ നിർമ്മിക്കുക. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇവിടെ ക്വാണ്ടിറ്റി പെർസ്പെക്റ്റീവിൽ മാത്രമാണ്, ബേസിക്സ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ചുമര് നിർമ്മാണം തുടങ്ങുന്നു. ചുമര് നിർമ്മാണം തുടങ്ങി വരുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ വീടുകളൊക്കെ പണിയുന്ന സമയത്ത് ഇവിടെ വാതിൽ കട്ടില വെക്കും, പിന്നെ ഡോറിൻ്റെ കട്ടില വെക്കും. അങ്ങനെ കട്ടില വെച്ച് അതിൻ്റെ കൂടെയാണ് കൺസ്ട്രക്ട് ചെയ്ത് പോറ്. വളരെ വിശാലമായ വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിൽ ആ ഡോറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് അവിടെ നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിട്ടാണ് പോവുക. ആ കട്ടില പിന്നീട് അവിടെ ഫിക്സ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളെ വീടുകളൊക്കെ സാധാരണ നിർമ്മിക്കുമ്പോൾ ഒരു കട്ടില വെച്ചതിന് ശേഷമായിരിക്കും പടവ് തുടങ്ങുക. വലിയ ബൾക്കായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് മിക്കവാറും കട്ടില പിന്നീടാണ് വെക്കുക. കട്ടില ആദ്യം ബ്രിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എവിടെയാണോ ജനൽ വാതിലിൻ്റെ ഓപ്പണിംഗ് എല്ലാം വരുന്നത് അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഈ കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നത് കാണിക്കുന്നത്. leaving some spaces for openings, and the openings includes doors, windows and ventilators. And നമ്മൾ ആദ്യ ഘട്ടത്തിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു 2 മീറ്റർ ഹൈറ്റ് വരെ ബ്രിക്ക് വർക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഞാൻ അവിടെ ഒരു ലെയർ ഓഫ് ലിൻറ്റൽ കൊടുക്കും. എന്നിട്ട് ആ ലിൻറ്റലിൻ്റെ മുകളിലാണ് ബാക്കി കൺസ്ട്രക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളൊരു 2 മീറ്റർ ഹൈറ്റ് വരെ ഡയറക്റ്റ് ബ്രിക്ക് വർക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ ആവശ്യമുള്ള റിക്വയർഡ് നമ്പർ ഓഫ് ഓപ്പണിങ്സ് എല്ലാം അതിൻ്റെ ഇടയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദെൻ ഐ വിൽ പ്രൊവൈഡ് എ ലെയർ ഓഫ് ലിൻറ്റൽ കോമൺ ആയിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ ഒക്കെ തിക്നെസ്സിലാണ് ലിൻറ്റൽ ഉണ്ടാവുക. ആൻഡ് ആ ലിൻറ്റൽ കൊടുത്തതിന് ശേഷം ബാക്കി എത്ര ഹൈറ്റിലാണോ ഞാൻ വീടിൻ്റെ റൂഫ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി പടവ് അതിൻ്റെ മുകളിൽ ലിൻറ്റലിൻ്റെ മുകളിലായിട്ട് ചെയ്യും. ആൻഡ് വൈ ആർ വി പ്രൊവൈഡിങ് ദിസ് ലിൻറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? നമുക്കറിയാം ഈ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ we have to provide wall അല്ലേ. അപ്പോൾ ഈ വാളിൽ നിന്നും വരുന്ന ലോഡിനെ ഈ ഓപ്പണിങ്ങിലോട്ട് കൊടുക്കാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇൻസ്റ്റെഡ് നമുക്ക് അവിടെ ഒരു ബീം പ്രൊവൈഡ് ചെയ്യാം. ആ ബീമിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പക്ഷേ വീടിൻ്റെ ചുമര് മൊത്തമായിട്ട് ലിൻറ്റൽ ചെയ്യാറുണ്ട്. അപ്പോൾ 2 രീതിയിൽ ലിൻറ്റൽ ചെയ്യാറുണ്ട്. നമ്മൾ ഒന്നുകിൽ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ മാത്രമായിട്ട് ലിൻറ്റൽ കൊടുക്കും, അതർവൈസ് വി വിൽ പ്രൊവൈഡ് ദ ലിൻറ്റൽ ത്രൂ എൻറ്റയർ വാൾ ഓഫ് ദറ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ആ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ എല്ലാ വാളും കൂടെ ചേർത്ത് ഒറ്റ തരത്തിൽ ലിൻറ്റൽ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ കാണാറ് ത്രൂ ഔട്ട് ദ വാൾ ലിൻറ്റലാണ്. ചില കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിൽ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ മാത്രമായിട്ടും ലിൻറ്റൽ കൊടുക്കാറുണ്ട്. ആൻഡ് ഇഫ് നമ്മളെ കൊടുത്തിട്ടുള്ള ബേസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം സ്ട്രോങ് ആണ്, താഴെയുള്ള എർത്ത് സ്ട്രോങ് ആണ്, മണ്ണ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ദ പിന്നെ വാളിൽ ലിൻറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓപ്പണിങ്ങിൻ്റെ മുകളിൽ മാത്രമേ ലിൻറ്റൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വാക്ക് ഫോം വർക്ക് ഫോർ റൂഫാണ്. വാട്ട് ഈസ് ഫോം വർക്ക്? നമ്മൾ ഷട്ടർ അടിക്കുക, സെൻറ്ററിങ് വർക്ക് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മളിവിടെ ഫോം വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എവിടെയാണോ നമുക്ക് റൂഫ് നിർമ്മിക്കാനുള്ളത് അല്ലെങ്കിൽ റൂഫിൻ്റെ സ്ലാബ് വാർക്കാനുള്ളത്, ആ വാർക്കാൻ വേണ്ടിയിട്ടുള്ള പലക അടിച്ച് സർഫേസ് പക്കയാക്കി വെക്കുന്നതിനെയാണ്
ആൻഡ് ഫോം വർക്ക് ഫോർ റൂഫ് എന്ന് പറയാം. ഇപ്പൊ ഇവിടെ നമുക്കറിയാം ഒരു സൈഡിൽ വാളിന്റെ മുഖം കൃത്യമായിട്ട് കാണണം. ആ വാളിനോട് ചേർന്നിട്ട് അതിന്റെ സർഫേസിലൂടെ നമ്മൾ പലകയോ സ്റ്റീലിന്റെ ഷീറ്റോ ഒക്കെ കൊണ്ടുവന്ന് കറക്റ്റ് അടച്ച് അവിടെ നമ്മൾ കോൺക്രീറ്റ് ഒഴിക്കാൻ പാകത്തിൽ പലക അടിച്ച് ഒക്കെ സെറ്റാക്കി വെക്കുന്നതിനെയാണ് ഫോം വർക്ക് ഫോർ റൂഫ് എന്ന് പറയാം. അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചെയ്യുക, ഇതിനകത്ത് സ്റ്റീല് ലേ ചെയ്യും. തൽക്കാലം നമ്മൾ സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി ഈ സെമിസ്റ്ററിൽ പഠിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ അടുത്ത സെമിസ്റ്ററിലായിരിക്കും സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി എടുക്കുക. സോ സ്റ്റീൽ ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് RCC ഫോർ റൂഫ്. റൂഫിന്റെ വേണ്ടി കോൺക്രീറ്റ് ഇടുന്നതിന് RCC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. വാട്ട് ഈസ് മീൻ ബൈ റീഇൻഫോഴ്സ്മെന്റ്? ഉള്ളിൽ ശക്തി കൊടുക്കാൻ സ്റ്റീൽ കൊടുത്തുകൊണ്ട് കോൺക്രീറ്റ് എടുക്കുന്നതിന് പറയുന്ന പേരാണ് RCC. സ്റ്റീൽ ഇടാതെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ PCC അഥവാ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് എന്നാണ് വിളിക്കുക. ഇവിടെ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? കോൺക്രീറ്റിന് ഒരുപാട് ബലഹീനതകളുണ്ട്. ടെൻസൈൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഫെയിൽ ആവും. ആ ഫെയിലിയറിന് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം റൂഫ് നിൽക്കുന്ന കോൺക്രീറ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിൽ ജീവിക്കുന്ന ആളുകളുടെ ലൈഫിന് അതൊരു ത്രെറ്റാണ്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിന്റെ ചില വീക്ക്നെസ്സുകൾ, അതായത് ടെൻസൈൽ ഫോഴ്സിനെ ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആ അവസ്ഥയെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ വീണ്ടും ശക്തീകരിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് സ്റ്റീലിന്റെ റോഡുകൾ ഇട്ടുകൊടുക്കും. ബിക്കോസ് സ്റ്റീൽ ഹാസ് ഹയർ കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ടെൻഷൻ ഫോഴ്സുകളെ കൂടുതലായിട്ട് താങ്ങാനുള്ള കഴിവ് സ്റ്റീലിനാണുള്ളത്. അതുകൊണ്ട് കോൺക്രീറ്റിനകത്ത് നമ്മൾ സ്റ്റീലിന്റെ ബാറുകൾ കൊടുക്കുന്നു. ആൻഡ് ദസ് വി ആർ കൺസ്ട്രക്ടിങ് ദിസ് RCC സ്ലാബ്. ഈ RCC സ്ലാബ് റൂഫായിട്ട് നിർമ്മിക്കുന്നു. ആൻഡ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? വി ഓൾ നോ ദാറ്റ് റൂഫ് അവിടെ നിർത്തുമോ? വി വിൽ കൺസ്ട്രക്ട് എ പാരപ്പറ്റ് വാൾ ഓൾസോ. നമ്മൾ അതിൻ്റെ ഈ റൂഫിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ചുറ്റുമതിൽ കൂടെ നിർമ്മിക്കും. അവിടെ ജീവിക്കുന്ന ആളുകളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, അവിടെ നടക്കുന്ന ആളുകൾ തെറ്റി താഴോട്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 60 മുതൽ 80 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഉയരത്തിൽ, ഏകദേശം 60 to 80 സെൻറ്റിമീറ്റർ ഒക്കെയാണ് പാരപ്പറ്റ് വാളിൻ്റെ ഹൈറ്റ് കൊടുക്കുക. നോർമലി 60 സെൻറ്റിമീറ്റർ ആണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ പാരപ്പറ്റിനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ ലാസ്റ്റ് ലെയർ ഓഫ് വാളിനെ പറയുന്ന പേരാണ് പാരപ്പറ്റ്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്ട്രക്ചറൽ വർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കാണാറ്. ഇനി ഇതിൻ്റെ പുറത്തുള്ള വർക്കുകൾ എന്തൊക്കെയാണ്? പെയിൻറ്റിങ് ഉണ്ടാവും, വൈറ്റ് വാഷിംഗ് ഉണ്ടാവും, പ്ലാസ്റ്ററിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പ്ലാസ്റ്ററിങ്, തേപ്പ്. പ്ലാസ്റ്ററിങ് ഉണ്ടാവും, പെയിൻറ്റിങ് ഉണ്ടാവും, ഫ്ലോറിങ് ഉണ്ടാവും, അകത്ത് താഴെ ഫ്ലോർ ചെയ്യാനുണ്ടാവും, പോയിന്റിങ് ഉണ്ടാവും. അങ്ങനെ പിന്നെ മറ്റു പല വർക്കുകളും ഇതുമായി അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യണം. അതിനൊക്കെ നമുക്ക് ഫിനിഷിംഗ് വർക്ക് എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുത്താം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ സ്ട്രക്ചറൽ വർക്കുമായി അസോസിയേറ്റ് ചെയ്തിട്ട് എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ക്ലാസ് കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് പൗസ് ചെയ്യുക, വീണ്ടും ഒന്നും കൂടെ എവിടെ തൊട്ടാണ് മനസ്സിലാവാത്തത് ഒന്നും കൂടി കാണാൻ നോക്കുക. ഓക്കെ, നമുക്കതിൻ്റെ ക്വാണ്ടിറ്റിയിലോട്ട് പോവാം. അതിനു മുമ്പ് കുറച്ച് ടേംസ് മനസ്സിലാക്കാനുണ്ട്. ഇനി ഇതുവരെ പറഞ്ഞത് തന്നെയാണ്, ബട്ട് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സെക്ഷൻ തരും. ആ സെക്ഷനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. എന്നാൽ മാത്രമേ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ നമ്മളെ കൊണ്ട് സാധ്യമാവുള്ളൂ. അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ പറഞ്ഞിരുന്നു വാട്ട് ഈസ് ചെയ്ത് ദിസ് ഈസ് PCC അല്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് PCC. ആൻഡ് അതിൻ്റെ 800 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് 800? mm-ലാണ് തന്നിട്ടുള്ളത്. അതായത് 80 സെൻറ്റിമീറ്റർ ആണ് PCCയുടെ വീതി എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, PCC 150 mm തിക്ക്. അപ്പോൾ അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അതായത് 150 മില്ലിമീറ്റർ, 15 സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഇവിടെ 80 mm അല്ല, 80 സെൻറ്റിമീറ്റർ ആണ്, 80 മീറ്റർ അല്ല, 80 സെൻറ്റിമീറ്റർ വീതി, 15 സെൻറ്റിമീറ്റർ തിക്നെസ്. ഈ 15 സെൻറ്റിമീറ്റർ ഉയരത്തിലായിട്ടാണ് നമ്മൾ PCC ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഫിഗറിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കണം. ആൻഡ് രണ്ടാമത്തെ ലെയറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൗണ്ടേഷൻ. താഴെ നിന്ന് മുകളിലോട്ടാണ് ഞാൻ പറയുന്നത്. ഫൗണ്ടേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. Height it is given here as 600 mm, that means 60 centimeter. ഇവിടെ 600 into 600 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വീതിയും 600 തന്നെയാണ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്നും നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു ഐറ്റം ഓഫ് വർക്കിൻ്റെ ഹൈറ്റും
വിഡ്ത്തും കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിന് സെക്ഷണൽ വ്യൂ കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ആൻഡ് ദ തേർഡ് വൺ ഹിയർ ഇറ്റ് ഈസ് ബേസ്മെന്റ്. അതിനെ ബേസ്മെന്റ് എന്നാണ് വിളിക്കുക. ആൻഡ് ബേസ്മെന്റ് ഇവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട്. ബേസ്മെന്റിന്റെ ഉയരം 450 mm ആണ്. അപ്പോൾ ഉയരം ഈ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് 450 × 450. അതിനർത്ഥം എന്താ? ഇറ്റ് ഈസ് 450 വിഡ്ത്ത് ആൻഡ് 450 ഹൈറ്റ്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ബേസ്മെന്റും കിട്ടി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതാണ് ഗ്രൗണ്ട് ലെവൽ വരുന്നത്. ഗ്രൗണ്ട് ലെവലിന്റെ താഴോട്ട് വരുന്നത് ഫൗണ്ടേഷനും PCCയുമാണ്. സോ ടോട്ടൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ എത്രയാ വരിക? ഈ 600 + 15 60 + 15 60 സെന്റിമീറ്റർ ഡെപ്ത് ഫൗണ്ടേഷനും വരും, 15 സെന്റിമീറ്റർ ഡെപ്ത് PCCയും വരും. സോ ടോട്ടൽ ഡെപ്ത് ടു ബി എക്സ്കവേറ്റഡ് 60 + 15 ആയിരിക്കും. ദാറ്റ് മീൻസ് 75 സെന്റിമീറ്റർ ആയിരിക്കും. ഏകദേശം 3/4 മീറ്റർ ആണ് നമുക്ക് താഴോട്ട് കുഴിക്കാനുള്ളത്. 3 അടി ഏകദേശം വരും. 3 അല്ല 2.5 അടിയോളം താഴോട്ട് കുഴിച്ചിട്ടായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷണൽ വ്യൂ എന്ന് മനസ്സിലാക്കാനുള്ളത്. ആൻഡ് വേറൊരു കാര്യം കൂടിയുണ്ട്. ഫിഗറിൽ വാളിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 3000 mm. ദാറ്റ് മീൻസ് 3 മീറ്റർ. അപ്പോൾ 3 മീറ്റർ ആണ് ഉയരത്തിൽ എന്ത് വരുന്നത്? ചുമര് വരുന്നത്. ആൻഡ് അതിൻ്റെ ഇടയിൽ 15 സെന്റിമീറ്റർ തിക്നെസ്സിലുള്ള ലിൻഡൽ കൂടി വരുന്നുണ്ട്. ചില ഫിഗറുകളിൽ, സെക്ഷണൽ ഫിഗറിൽ സൺഷെയ്ഡ് തരാറുണ്ട്. ഈ ഫിഗറിൽ സൺഷെയ്ഡ് തരാത്തത് കൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സൺഷെയ്ഡും കൂടി കൂട്ടിയിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ചെയ്യാൻ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ലിൻറ്റൽ വരെ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇവിടെ റൂഫ് സ്ലാബ് ചുമരിൽ നിന്നും ഒരറ്റം പുറത്തോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആൻഡ് അതിൻ്റെ ഡയമെൻഷൻ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് 20 സെന്റിമീറ്റർ ആയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സെക്ഷൻ ഫിഗർ വരച്ചിട്ടുണ്ടാവും. ആ സെക്ഷൻ ഫിഗർ വരച്ചതിൽ ഈ പ്രൊജക്ഷൻ ഓഫ് റൂഫ് സ്ലാബ് ഔട്ട് പിന്നെ ഫ്രം ദ വാൾ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 20 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ഇനി പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ആൻഡ് ഹിയർ ദ പാരപ്പറ്റ് വാൾ തന്നിട്ടുണ്ട്. പാരപ്പറ്റ് വാളിന്റെ ഹൈറ്റ് ഈസ് ഗിവൺ ആസ് 600 mm. ദാറ്റ് മീൻസ് 60 സെന്റിമീറ്റർ 0.6 മീറ്റർ ആണ്. 60 സെന്റിമീറ്റർ ആണ് പാരപ്പറ്റിന്റെ ഹൈറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് പാരപ്പറ്റിന്റെ തിക്നെസ് ഇവിടെ തന്നിട്ടുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ആ ഫിഗറിൽ. ഇറ്റ് ഈസ് 100 mm. ദാറ്റ് മീൻസ് 10 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള വാളായിട്ടാണ് പാരപ്പറ്റ് തന്നിട്ടുള്ളത്. നമ്മുടെ ചുമരിന്റെ വാൾ തിക്നെസ്സോ ഇറ്റ് ഈസ് 20 സെന്റിമീറ്റർ. അത് നമ്മളെ പ്ലാനിലാണ് തന്നിട്ടുള്ളത്. ചുമരിന്റെ തിക്നെസ് 20 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയായി. പാരപ്പറ്റ് 10 സെന്റിമീറ്റർ തിക്നെസ് ഉണ്ട്. ഒരു കാര്യം വിട്ടുപോയി, ഇവിടെ റൂഫ് സ്ലാബിന്റെ തിക്നെസ് പറഞ്ഞിട്ടുണ്ട്. 12 സെന്റിമീറ്റർ ആണ് റൂഫ് സ്ലാബിന്റെ തിക്നെസ് വരുന്നത്. റൂഫ് സ്ലാബിന്റെ പ്രൊജക്ഷൻ 20 സെന്റിമീറ്റർ ഞാൻ അസ്യൂം ചെയ്തു. വാളിന്റെ തിക്നെസ് ഇറ്റ് ഈസ് 20 സെന്റിമീറ്റർ. ലിൻഡലിന്റെ തിക്നെസ് ഇറ്റ് ഈസ് 15 സെന്റിമീറ്റർ. ആൻഡ് ടോട്ടൽ വാളിന്റെ ഹൈറ്റ് ഇറ്റ് ഈസ് 3 മീറ്റർ. ബേസ്മെന്റിന്റെ തിക്നെസ് 45 വിഡ്ത്തും 45 ഹൈറ്റും വരുന്നുണ്ട്. ആൻഡ് ഫൗണ്ടേഷൻ 60 വിഡ്ത്തും 60 ഹൈറ്റും വരുന്നുണ്ട്. PCC 80 സെന്റിമീറ്റർ വിഡ്ത്തും 15 സെന്റിമീറ്റർ തിക്നെസ്സും വരുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഈ സെക്ഷൻ വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ സെക്ഷണൽ വ്യൂവിൽ നിന്നും 3D വ്യൂ നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഇത് പെട്ടെന്ന് തന്നെ വീഡിയോ പോസ് ചെയ്യുക. എവിടെ തൊട്ടാണ് നിങ്ങൾക്ക് സംശയമുള്ളത് അതൊന്നും കൂടെ കണ്ട് ക്ലിയർ ചെയ്യേണ്ടതാണ്. പാരപ്പറ്റിന്റെ ഹൈറ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. ഇറ്റ് ഈസ് 60 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി എസ്റ്റിമേഷനിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെന്റർ ലൈൻ മെത്തേഡ് മാത്രമാണ്. ഓക്കെ, കാരണം ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് കൂടി ഈ വീഡിയോയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വിൽ ബി വെരി ലോങ്. അത് ഒരുപക്ഷെ ബോറിംഗ് ആയി മാറാം. അതുകൊണ്ട് സെന്റർ ലൈൻ മെത്തേഡ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന് തന്നിട്ടുണ്ട്. ഈ പ്ലാനിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് വരച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് വി ഹാവ് ടു ഡു ഇൻ ദിസ് പ്രോബ്ലം? വി ഹാവ് ടു ഫൈൻഡ് ദ സെന്റർ ലൈൻ ലെങ്ത്. അപ്പോൾ സെന്റർ ലൈൻ ലെങ്ത് കാണുന്നതിന് മുമ്പ് ഞാൻ ഈ പ്ലാനിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇന്നർ ഡയമെൻഷൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. ഇന്നർ ഡയമെൻഷൻസ് എന്തൊക്കെയായിരുന്നു? കൃത്യമായി ഓരോ ഡയമെൻഷൻസ് ഓർക്കണം.
ഹാളിന്റെ ലെങ്ത് 4.2 ആണ്, ബ്രെഡ്ത്ത് 3.6, ബെഡ്റൂം ലെങ്ത് 3.6, വിഡ്ത്ത് 3 മീറ്റർ, കിച്ചൺ 2.7 മീറ്റർ ലെങ്ത്, 3 മീറ്റർ വിഡ്ത്ത്, 4.5 മീറ്റർ ആണ് ഡൈനിങ്ങിന്റെ ലെങ്ത് വരുന്നത്, 3.6 വിഡ്ത്ത് വരുന്നു, 1.8 ടോയ്ലറ്റ് 2 എണ്ണം ലെങ്ത്, വിഡ്ത്ത് 1.7 മീറ്റർ. അപ്പൊ ഇത്രയും ഡയമെൻഷൻസ് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വേണം. ആൻഡ് പ്ലസ് വാൾ തിക്നെസ് എത്രയാണ്? ഇറ്റ് ഈസ് 20 സെന്റിമീറ്റർ അഥവാ 0.2 മീറ്റർ. അപ്പോൾ അത് എല്ലായിടത്തും അത് തന്നെയാണ് എന്ന് കൃത്യമായി ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ പേജിലും ഇതേപോലത്തെ ഒരു പ്ലാൻ വേണം, എന്നാലേ നിങ്ങൾക്ക് തെറ്റാതെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് we are drawing the center line of this plan. അപ്പോൾ അത് ഈ പ്ലാനിന്റെ ഉള്ളിലൂടെ തന്നെ വരക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കത് പുറത്ത് ആ സെന്റർ ലൈൻ സ്കെച്ച് മാത്രമായിട്ട് വരച്ചാലും മതി. ഈ പ്ലാനിന്റെ ഉള്ളിലൂടെ വരച്ചു കഴിയുമ്പോൾ നിങ്ങളെ മാർക്കിംഗ് എല്ലാം കൂടെ വന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. സോ വി ക്യാൻ ഡ്രോ ഇറ്റ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഇനി നമ്മൾ സെന്റർ ലൈൻ ലെങ്ത്തുകൾ കണ്ടെത്തണം. സെന്റർ ലൈൻ ലെങ്ത് കണ്ടെത്താൻ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ അറിയാം 4.2 ആണ് ലെങ്ത് ഉള്ളത്. 4.2നോട് ഒരു വാൾ തിക്നെസിന്റെ ഹാഫ്, ഒരു വാൾ തിക്നെസിന്റെ ഹാഫ് കൂട്ടിക്കഴിഞ്ഞാൽ 0.2 ടോട്ടൽ 4.4 വരും. സിമിലർലി അങ്ങനെ ഓരോ സ്ഥലത്തും ഇവിടെ 3.6 ആണ്, അതിനോട് ഇവിടെ 0.1 കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 3.8. ഇവിടെ ടോട്ടൽ ഓക്കെ 4.5 ആണ് ഇവിടുത്തെ ഇന്നർ ഡയമെൻഷൻസ് വരുന്നത്, അത് 4.7 ആവും. ഇത് 1.8 ആണ്, അത് 2 ആവും. അങ്ങനെ ഓരോന്ന് കൂട്ടി വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കൂട്ടി ഉള്ള ഫിഗർ ഞാനിവിടെ കാണിക്കാം. സെന്റർ ലൈൻ സ്കെച്ച് മാത്രമായിട്ടുള്ള ഫിഗർ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ആൻഡ് ടോട്ടൽ അതിൻ്റെ മുകളിലത്തെ ലെങ്ത് ആയിട്ട് കാണുന്നത് 10.5 ആണ്, 4.4, 7, 6.7. അപ്പോൾ സെന്റർ ലൈനുകളെല്ലാം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വാട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ്? We are going to find the total center to center distance of the figure. Okay, മറന്നു പോകരുത്, center to center distance ആണ് ഞാനിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ center to center distance എങ്ങനെ കാണാം? ഞാനത് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. പലരും അത് ചെയ്തതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ആദ്യം 6.7 ലെങ്ത് ഉള്ള 3 വാളുകളുണ്ട് അല്ലേ? അപ്പോൾ 6.7 മീറ്റർ ലെങ്ത് വരുന്ന 3 വാളുകൾ പ്ലസ് അടുത്തത് ഏതാ വരുന്നത്? 3.8 മീറ്റർ വീതിയുള്ള 2 വാളുകൾ ഞാനിവിടെ മാർക്ക് ചെയ്തു. പ്ലസ് അടുത്തതായിട്ട് വരുന്നത് 2 മീറ്റർ വീതി വരുന്ന ഒരു വാളാണ്. ഓക്കെ, 2 മീറ്റർ വീതി വരുന്ന വാൾ ഞാനിവിടെ മാർക്ക് ചെയ്തു. ആൻഡ് അതിന് പുറമെ പിന്നെ വരുന്നത് ഏതാണ്? പിന്നെ ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് വരുന്നത്. 7 മീറ്റർ വീതി വരുന്ന 1, 2, 3. 7 മീറ്റർ വിഡ്ത്ത് വരുന്ന 3 വാളുകളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം, ഇനി കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ബോർഡിൽ എഴുതാം. അപ്പോൾ ഇവിടെ 2 മീറ്റർ വരുന്ന ഒന്നുണ്ട്, പ്ലസ് 7 മീറ്റർ വരുന്ന 3 വാളുകളുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ ഒന്നുകൂടെ കാണാനുണ്ട്, അത് വിട്ടുപോയിട്ടുണ്ട്. ഈ വാളാണ്. ആൻഡ് അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4.4 മീറ്റർ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ 6.7 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 20.1 ആൻഡ് 3.8 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 7.6. പിന്നെ ഒരു 2 ഇവിടെ ഉണ്ട്. 7 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 21. നമുക്കതൊന്ന് സമ്മപ്പ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 20.1 പ്ലസ് 7.6 പ്ലസ് 2 പ്ലസ് 21 പ്ലസ് 4.4 is equal to 55.1
മീറ്റർ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾക്ക് കിട്ടി. ഇറ്റ് ഈസ് 55.1 മീറ്റർ. അപ്പോൾ നമ്മൾ ഓരോ ലെങ്ത്തുകളും മെഷർ ചെയ്തിട്ടുണ്ട് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അതിനൊന്ന് ക്രോസ് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ കളർ ചെയ്യുക എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ വാൾ മെഷർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തി. ഇറ്റ് ഈസ് 55.1 മീറ്റർ ആണ്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ടി ജംഗ്ഷൻസ്. ടി ജംഗ്ഷൻസ് എങ്ങനെ കാണാം? ഇവിടെ 1 2 3 4 5 6 7 8 9 and here 10. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടി ജംഗ്ഷൻസ് ഇറ്റ് ഈസ് 10 നമ്പേഴ്സ്. 10 ടി ജംഗ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് എവറി ക്വാണ്ടിറ്റി, എവറി ഐറ്റം ഓഫ് വർക്ക്. എങ്ങനെ കാണാം? ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്തിൽ നിന്നും ഡിസ്റ്റൻസിൽ നിന്നും നമ്പർ ഓഫ് ടി ജംഗ്ഷൻസ് ഇൻറ്റു എന്ത് ഐറ്റം ആണോ അതിൻ്റെ വിഡ്ത്ത് ബൈ 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ we will get the total center line length. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. നമ്മൾ ഈ പോയിന്റ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ രണ്ട് പോയിന്റ്സ് എന്തൊക്കെയാണ്? ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 55.1 മീറ്റർ ആണ്. നമ്പർ ഓഫ് ടി ജംഗ്ഷൻസ് എന്നുള്ളത് ഇറ്റ് ഈസ് 10 നമ്പേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കാനുള്ളത്. വി ആർ ഗോയിങ് ടു ദ എസ്റ്റിമേഷൻ പാർട്ട്. ആദ്യത്തെ പോയിന്റ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. അപ്പോൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ടേബിളിൽ നമ്മളിവിടെ ഈ ടേബിൾ നിർബന്ധമായി നിങ്ങൾ വരച്ചിട്ടുണ്ടാവണം. ആ ടേബിളിൽ സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, നമ്പർ, മെഷർമെന്റ്സ്, ക്വാണ്ടിറ്റി, നെറ്റ് ക്വാണ്ടിറ്റി, റിമാർക്സ് എന്ന് ഇത്രയും കോളങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എല്ലാ പേജുകളും എടുത്തിട്ട് ഈ വര വരച്ചു വെച്ചാൽ മതി. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊക്കെ ഇനി എഴുതൽ കുറവായിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് അതിന്റെ സ്പെസിഫിക്കേഷൻ കൂടി ചേർത്തായിരിക്കും എഴുതുക. അപ്പോൾ അത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മനസ്സിലാക്കണം എന്താണ് കാരണം എന്നുള്ളത്. എർത്ത് വർക്ക് എക്സ്കവേഷൻ ആൻഡ് ഡെപ്പോസിറ്റിംഗ് ഓൺ ബാങ്ക് വിത്ത് ഇനീഷ്യൽ ലീഡ് ആൻഡ് ഓർഡിനറി ഗ്രാവലി സോയിൽ ഫോർ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന് വേണ്ടി സാധാരണ ഗ്രാവലി സോയിലിൽ പിന്നെ നോർമൽ ലീഡ് ആൻഡ് ലിഫ്റ്റ് വെച്ച് എക്സ്കവേഷൻ നടത്തി മണ്ണ് കോരിയിടുന്ന ആ ഒരു വർക്ക് എന്നുള്ളതാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റം. എന്താണ് ആ ജോലി എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫിക്കേഷൻ എന്നുള്ള പാർട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഈ ലീഡ്, ലിഫ്റ്റ്, ഗ്രാവലി സോയിൽ, ഫൗണ്ടേഷൻ എന്നുള്ളതൊക്കെ ഉദ്ദേശിക്കുന്നത്. ബട്ട് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് റൈറ്റ് നൗ ഈസ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഐറ്റം ഓഫ് വർക്ക് ഈസ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. ദാറ്റ് മീൻസ് കുഴിയെടുപ്പ് അതാണെന്ന് മാത്രം നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ആൻഡ് നമുക്ക് ആദ്യം എന്ത് കണ്ടെത്തണം? വി ഹാവ് ടു ഫൈൻഡ് ദ സെൻറ്റർ ലൈൻ ലെങ്ത് ഓഫ് എക്സ്കവേഷൻ. സെൻട്രൽ ലൈൻ ലെങ്ത് നമ്മൾ കണ്ടെത്തണം. അതിന് നമുക്ക് പ്ലാനിലോട്ടൊന്ന്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എർത്ത് വർക്ക് എക്സ്കവേഷന് വേണ്ടി നമ്മൾ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന് ഇത്രയാണ്, ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഇത്രയാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീതി നമുക്കറിയണം, ആൻഡ് അതിൻ്റെ ഉയരം നമുക്കറിയണം, ആൻഡ് അതിൻ്റെ ലെങ്ത് നമുക്കറിയാം. ലെങ്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സെൻറ്റർ ലൈൻ ലെങ്ത് ഓഫ് ദിസ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. അപ്പോൾ സെൻറ്റർ ലൈൻ ലെങ്ത് കാണത്താൻ ഇനി നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം വി ഹാവ് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസസ് അല്ലേ. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസസിൽ നിന്നും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്ന ഒരു വാല്യൂ ഇനി നമ്മുടെ മുന്നിൽ എല്ലാത്തിനും ഉള്ളൂ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ സെക്ഷൻ ഫിഗർ നമ്മളെ സഹായിക്കും. ഈ ഫിഗറിൽ നമുക്ക് കൃത്യം പറഞ്ഞിട്ടുണ്ട് 80 സെൻറ്റിമീറ്റർ ആണ് എർത്ത് വർക്ക് എക്സ്കവേഷന് വേണ്ട വീതി. കാരണം PCCയുടെ വീതി തന്നെയാണ് എക്സ്കവേഷന് വേണ്ടി വരിക. ആൻഡ് ദ ഹൈറ്റ് ഹിയർ വി ഹാവ് ടു പ്രൊവൈഡ് ഈസ് 60 പ്ലസ് 15. 60 സെൻറ്റിമീറ്റർ എന്തിനു വേണ്ടിയിട്ട് വരും? നമ്മുടെ ഫൗണ്ടേഷന് വേണ്ടി വരും. 15 സെൻറ്റിമീറ്റർ PCCക്ക് വേണ്ടി വരും. ടോട്ടലി 75 സെൻറ്റിമീറ്റർ ആണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ ഡെപ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വാണ്ടിറ്റി മെഷർ ചെയ്യാം. അപ്പോൾ ഡെപ്ത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇറ്റ് ഈസ് 0.75 ആൻഡ് ബ്രെഡ്ത്ത് നമുക്കറിയാം PCCയുടെ അതേ ബ്രെഡ്ത്ത് തന്നെയാണ് വരുന്നത്. ഇറ്റ് ഈസ് 0.8. ഇനി നമുക്കതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്തും കൂടിയാണ് കാണാനുള്ളത്. വി നോ ദാറ്റ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് ഞാൻ അവിടെ L എന്ന് കാണിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് 55.1 മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻസ് ഇറ്റ് ഈസ് 10. വിഡ്ത്ത് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ വിഡ്ത്ത് എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് 0.8
by 2. അപ്പോൾ 55.1 minus 10 into 0.4. 55.1 minus 4. It is 51.1 meter. 51.1 meter. അപ്പോൾ നമുക്ക് അതിന്റെ ലെങ്ത് കിട്ടി 51.1 meter. അപ്പോൾ ലെങ്ത് അറിയാം, ബ്രെഡ്ത്ത് അറിയാം, ഹൈറ്റ് അറിയാം. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. ആൻഡ് ആ ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ നെറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത് എന്നും ഇവിടെ എത്രയാണ് വരുന്നത് എന്നും ഇറ്റ് വിൽ ബി സെയിം. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നോട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ആൻഡ് എങ്ങനെയാണ് ലെങ്ത് കിട്ടിയത്, ബ്രെഡ്ത്ത് കിട്ടിയത്, ഹൈറ്റ് കിട്ടിയത് എന്ന് നിങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. Second quantity that we have to find out is cement concrete or plain cement concrete or PCC. അപ്പോൾ അവിടെ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട് 148. 148 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചട്ടി സിമെന്റിന് 4 ചട്ടി മണൽ, 8 ചട്ടി കല്ല്, 40 mm അഗ്രിഗേറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 40 mm നമ്മൾ നോർമലി കോൺക്രീറ്റ് ചെയ്യുക 20 mm കല്ല് ഉപയോഗിച്ചിട്ടാണ്. PCC ചെയ്യൽ നമ്മൾ 40 mm കല്ല് ഉപയോഗിച്ചിട്ടാണ്. കുറച്ചും കൂടി വലിയ കല്ലുകളായിരിക്കും. ആൻഡ് HBG മെറ്റൽ നമ്മൾ എന്താണെന്ന് പിന്നീട് പറയാം. നമുക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാണണം? എർത്ത് വർക്ക് എക്സ്കവേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡയമെൻഷൻസ് വേണം നമുക്ക് ആദ്യം ഒന്ന് ഫിഗറിൽ നോക്കാം. ഫിഗറിൽ നമുക്കത് കാണാം. 80 സെന്റിമീറ്റർ ആണ് വീതി വരുന്നത്. ആൻഡ് 15 സെന്റിമീറ്റർ ആണ് അതിൻ്റെ ഉയരം വരുന്നത്. ആൻഡ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോഴോ it will be the same center line length of earth work excavation അല്ലേ? അപ്പോൾ earth work excavation വരുന്ന അതേ center line length തന്നെയാണ് അതിന് വരുന്നുണ്ടാവുക. അപ്പോൾ വീതി നമ്മൾ കണ്ടെത്തേണ്ടത് ഈ സെക്ഷണൽ വ്യൂവിൽ നിന്നാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി അതിൻ്റെ പേരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. 80 സെന്റിമീറ്റർ ആണ് അതിൻ്റെ വീതി വരുന്നത്. 15 സെന്റിമീറ്റർ ആണ് അതല്ലെങ്കിൽ 150 mm ആണ് അതിന്റെ തിക്നെസ് വരുന്നതെന്ന് ഫിഗറിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷന് കണ്ട അതേപോലെ തന്നെയാണ് വരിക. ടോട്ടൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്നുള്ളത് 55.1 നിന്നും നമ്പർ ഓഫ് ടീ ജംഗ്ഷൻസ് 10, വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.8 ഡിവൈഡഡ് ബൈ 2 ആൻഡ് വി വിൽ ഗെറ്റ് ദ സെയിം വാല്യൂ ദാറ്റ് ഈസ് 51.1 മീറ്റർ. അപ്പോൾ നമുക്ക് ലെങ്ത് കിട്ടി, ഇറ്റ് ഈസ് 51.1. ആൻഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര PCC ഉണ്ട്? ഒറ്റ PCC ഉള്ളൂ, അതുകൊണ്ട് നമ്പർ 1 തന്നെ കൊടുത്തു. ലെങ്ത് നമുക്കറിയാം. ബ്രെഡ്ത്ത് PCCയുടെ ബ്രെഡ്ത്ത് പറയുന്നത് 0.8 മീറ്റർ ആണ്. ഹൈറ്റ് പറയുന്നത് 0.15 ദാറ്റ് മീൻ 15 സെന്റിമീറ്റർ ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ക്വാണ്ടിറ്റി. അത് എത്രയാണെന്ന് നോക്കുക. ആൻഡ് നെറ്റ് ക്വാണ്ടിറ്റി ഈസ് ദ സെയിം. അപ്പോൾ അത് രണ്ടും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ക്വാണ്ടിറ്റി. അടുത്തതായിട്ട് നമ്മൾക്ക് കാണാനുള്ളത് ഇറ്റ് ഈസ് റാൻഡം റെബിൾ മേസൺറി ഫോർ ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഫൗണ്ടേഷൻ്റെതും കാണണം, ബേസ്മെന്റിൻ്റെതും കാണണം. അപ്പോൾ ഫൗണ്ടേഷൻ കാണാൻ നമുക്ക് എന്ത് കാണേണ്ടി വരും? സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ കാണണം. ബേസ്മെന്റിൻ്റെത് കാണാൻ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ ബേസ്മെന്റ് കാണണം. രണ്ടിനും ആകെ വ്യത്യാസം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ഡിഫറൻസ് ഇൻ ദെയർ വിഡ്ത്ത് അല്ലേ? സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ഫൗണ്ടേഷൻ കാണുമ്പോൾ വിഡ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ബേസ്മെന്റ് കാണുമ്പോൾ വിഡ്ത്ത് കമ്പാരിറ്റീവ്ലി ഫൗണ്ടേഷനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ആ വിഡ്ത്ത് നമുക്ക് സെക്ഷണൽ വ്യൂവിൽ പോയിട്ടൊന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ ഇവിടെ വിഡ്ത്ത് സെക്ഷണൽ വ്യൂവിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 60 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ആൻഡ് PCCയുടെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഈ RRM ഫോർ ഫൗണ്ടേഷൻ, അതായത് ഫൗണ്ടേഷൻ അടിയിൽ വരുന്ന പാതകം ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് RRM ഫോർ ബേസ്മെന്റ്. ബേസ്മെന്റ് ആകുമ്പോൾ ആ തറയുടെ ഇവിടെ നോക്കൂ, ഇത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷന്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ബേസ്മെന്റ് കൊടുക്കുന്നത്. ആൻഡ് ബേസ്മെന്റിന്റെ വിഡ്ത്ത് ഇറ്റ് ഈസ് 45 സെന്റിമീറ്റർ ആണ് വരുന്നത്. അതിൻ്റെ താഴെ വരുന്ന ഫൗണ്ടേഷന്റെ വിഡ്ത്ത് 60 സെന്റിമീറ്റർ ആണ് വരുന്നത്. ആൻഡ് ഹൈറ്റും അതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഇറ്റ് ഈസ് 45 സെന്റിമീറ്റർ ആണ്. ആൻഡ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള RRMന്റെ ഹൈറ്റോ ഫൗണ്ടേഷന്റെ ഹൈറ്റോ ഇറ്റ് ഈസ് 60 സെന്റിമീറ്റർ. അത് നമുക്ക് അറിയാവുന്നതാണ്. സെക്ഷണൽ വ്യൂവിൽ നോക്കിയിട്ട് നമ്മൾ ആ ഹൈറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 60 ആൻഡ് 45. അപ്പോൾ അത് രണ്ടും കണ്ടു. ആൻഡ് വിഡ്ത്തും 45 ആൻഡ് 60 ഇറ്റ് ഈസ് ദ സെയിം. അപ്പോൾ വിഡ്ത്ത് അറിയാം, ഹൈറ്റ് അറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെന്റ്. ആദ്യം നമുക്ക് സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഫൗണ്ടേഷൻ കാണാം. ഫൗണ്ടേഷന്റെ
center to center distance, it is same for this quantity 55.1 minus number of T junctions, it is 10 into width of foundation, it is 0.6 divided by 2. That means ഇതിന്റെ value നമുക്ക് 0.3 എന്ന് കിട്ടും. So 55.1 minus 3, it is 52.1 meter. So we have found out the length of the centerline length of the foundation, it is 52.1. അപ്പോൾ ഞാൻ അതിന്റെ ക്വാണ്ടിറ്റി എഴുതാം. എത്ര ഫൗണ്ടേഷൻ ഉണ്ട്? ഒറ്റ ഫൗണ്ടേഷൻ ഉള്ളൂ. ലെങ്ത് ഇറ്റ് ഈസ് 52.1 ആണ്. ബ്രെഡ്ത്ത്, ഫൗണ്ടേഷന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് 0.6 ആണ്, അതായത് 60 സെന്റിമീറ്റർ ആണ് അതിന്റെ ബ്രെഡ്ത്ത് വരുന്നത്. ആൻഡ് ഹൈറ്റ് ഇറ്റ് ഈസ് സെയിം 0.6 ആണ് വരുന്നത്. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി. ബേസ്മെന്റിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ്മെന്റും ഇറ്റ് ഈസ് സെയിം 1 തന്നെയാണ് വരുന്നത്. സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ ബേസ്മെന്റ് നമ്മൾ കാണണം. 55.1 ആണ് അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. അതിൽ നിന്നും നമ്പർ ഓഫ് T ജംഗ്ഷൻസ് ഇൻറ്റു വിഡ്ത്ത് ബൈ 2. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാ? വിഡ്ത്ത് 0.45 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. സോ 55.1 മൈനസ് 10 ഇൻറ്റു 0.225. ദാറ്റ് മീൻസ് 10 ഇൻറ്റു 225 എന്ന് പറയുമ്പോൾ 2.25 ആണ് വരിക. സോ 55.1 മൈനസ് 2.25 ഈസ് ഈക്വൽ ടു 52.85 എന്നാണ് കിട്ടുക. സോ ദാറ്റ് ഐ എം മാർക്കിംഗ് ദ ലെങ്ത് 52.85 ഇൻറ്റു width it is 0.45, height it is 0.45. അപ്പോൾ 52.85 ഗുണിക്കണം 0.45 ഗുണിക്കണം 0.45 ചെയ്ത് കഴിഞ്ഞാൽ you will get the quantity of the basement. So അതും കണ്ടെത്തുക. ആൻഡ് ഇത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ you will get the quantity, net quantity. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ഈ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെയാണ് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് കിട്ടിയത് എന്ന് വെരിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് യുവർ ടാസ്ക്. ഓക്കെ, ആൻഡ് വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വാണ്ടിറ്റി. There is earth filling inside the basement. ബേസ്മെന്റിനകത്ത് എർത്ത് അഥവാ മണ്ണ് നിറക്കുന്ന ക്വാണ്ടിറ്റിയാണ്. അത് ഇച്ചിരി ട്വിസ്റ്റിംഗ് ആണ്, ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. സോ വീണ്ടും കണ്ട് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ബേസ്മെന്റ് വരുന്നത്. ഈ ബേസ്മെന്റിനകത്ത് നമ്മൾ ഇത്രയും ഏരിയ, ഈ റെഡ് കളറിൽ കാണുന്ന ഏരിയ എല്ലാം മണ്ണ് ഫില്ല് ചെയ്തതാണ്. അപ്പോൾ മണ്ണ് ഫില്ല് ചെയ്തത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ലോജിക്കലി, ബിക്കോസ് വി ഓൾറെഡി നോ ദ സെന്റർ ലൈൻ ഡിസ്റ്റൻസസ് ഓർ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഓൾ ദീസ് ഫിഗേഴ്സ്. ഈ സെന്റർ ലൈൻ ലെങ്ത്തിൽ നിന്നും എത്ര ഉള്ളോട്ട് മാറിയിട്ടാണ് ഈ കള്ളി വരുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ ഏരിയ. ആൻഡ് വി ഓൾറെഡി നോ ദ ഡെപ്ത് ഓഫ് എർത്ത് ഫില്ലിംഗ്. എർത്ത് ഫില്ലിങ്ങിന്റെ താഴ്ച നമുക്കറിയാം. വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദിസ് എർത്ത് ഫില്ലിംഗ്. അപ്പോൾ ഇവിടെ ഫിഗറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബേസ്മെന്റിന്റെ വീതി എന്നുള്ളത് 45 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പം ഞാനത് ഫിഗറിൽ മാർക്ക് ചെയ്യാം. 45 സെന്റിമീറ്ററിലാണ്. നമുക്ക് ഈ ഹാളിന്റെ കേസ് മാത്രം ഒന്ന് ചെക്ക് ചെയ്യാം. ഹാളിന്റെ കേസ് മാത്രം ചെക്ക് ചെയ്യാൻ കാരണം ഇതിന്റെ കോപ്പി തന്നെയാണ് ഇനി എങ്ങോട്ടൊക്കെ വരാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാളിന്റെ കേസ് എന്ന് പറയുമ്പോൾ 45 സെന്റിമീറ്റർ ചുറ്റും ബേസ്മെന്റ് ഉണ്ട് 4 വശങ്ങളിലും. ആൻഡ് ഈ ബേസ്മെന്റിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് നമുക്കറിയാം 4.4 മീറ്റർ ആണ്. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. അതിൽ നിന്നും ഈ ഹാഫ് ഓഫ് ദ വാൾ തിക്നെസ്, ഹാഫ് ഓഫ് ദ ബേസ്മെന്റ് തിക്നെസ്, അതായത് 45 സെന്റിമീറ്ററിന്റെ പകുതി 22.5 സെന്റിമീറ്റർ, ഇവിടെയും 22.5 സെന്റിമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ബേസ്മെന്റിൽ എത്ര മണ്ണ് നിറച്ചു എന്നുള്ള വീതി കിട്ടും. അപ്പൊ 22.5 2 തവണ കുറക്കുമ്പോൾ 45 തന്നെയാണ് വരുന്നത്. അപ്പൊ 4.4ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3.95. അപ്പോൾ നമുക്ക് ഈ ഹാളിനകത്ത് എത്ര മണ്ണ് നിറക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.95 വിഡ്ത്തിലാണ് മണ്ണ് നിറക്കാനുള്ളത്. ആൻഡ് ഇവിടെ 3.8 ആണ് ഈ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കാണുന്നത്. അതിൽ നിന്നും -0.45 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 3.35. അപ്പോൾ ഈ 3.35 ആണ് ഇവിടെ മണ്ണ് നിറക്കാനുള്ള ലെങ്ത് വരുന്നത്. അപ്പോൾ ഹാള് എന്നുള്ളത് എങ്ങനെ കിട്ടി? ഈ 4.4ന്റെ നിന്നും 0.45, അതായത് 1 ടൈം ദ തിക് വിഡ്ത്ത് ഓഫ് ബേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ലെങ്ത് കിട്ടും. ആൻഡ് അതേപോലെ ഇവിടെ 3.8ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ
3.35 കിട്ടും. അപ്പൊ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിൽ നിന്നും ഒരു തവണ വിഡ്ത്ത് ഓഫ് ബേസ്മെന്റ് കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ എർത്ത് ഫില്ലിംഗ്. ആൻഡ് എത്ര ഡെപ്തിലാണ് നമ്മൾ എർത്ത് ഫില്ല് ചെയ്യുന്നത്, എത്ര താഴ്ചയിലാണ്? ഇറ്റ് ഈസ് ദ സെയിം ഡെപ്ത് ഓഫ് ദ ബേസ്മെന്റ്. ഇറ്റ് ഈസ് 450 mm അഥവാ 45 cm അഥവാ 0.45 meter. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും അറിയുമെങ്കിൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് ദ എർത്ത് ഫില്ലിംഗ്. അപ്പോൾ ഈ ഫിഗറിൽ ഞാൻ കൃത്യമായിട്ട് ഓരോ വാല്യൂസും ഇവിടെ കാണിക്കുന്നുണ്ട്. 4.4 ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ ഓരോന്ന് അത് ഹാളാണ്, ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഹാൾ, ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ്, ടോയ്ലറ്റ് ആൻഡ് ടോയ്ലറ്റ്. ഇത്രയാണ് അവിടെ ആ ഫിഗറിൽ ഉള്ളത്. അപ്പോൾ ഹാൾ 4.4ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ 3.95. 3.8ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ 3.35. Depth it is given in the section, it is 0.45. ഇനി ബെഡ്റൂം നോക്കാം. ബെഡ്റൂം 3.8ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ 3.35. 3.2ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ 2.75. height is same 0.45. and what about the dining? ഡൈനിങ്ങിൽ 3.8 ഉണ്ട്. 3.8ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ 3.35. and 4.7ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ 4.25. ഇനി കിച്ചൺ നോക്കാം. കിച്ചണിൽ 2.9 ഉണ്ട്. 2.9ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2.45. കിച്ചണിൻ്റെ വിഡ്ത്തായിട്ടുള്ള 3.2ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2.75. ആൻഡ് നെക്സ്റ്റ് ഇറ്റ് ഈസ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. രണ്ടും കോമൺ തന്നെയാണ്, ഒരേ സൈസാണ് വരുന്നത്. അപ്പോൾ ഒരു തവണ ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ 2ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1.55. അതിൻ്റെ വിഡ്ത്തായിട്ടുള്ള 1.9ൽ നിന്നും 0.45 കുറച്ച് കഴിഞ്ഞാൽ 1.45. എല്ലാത്തിൻ്റെയും ഹൈറ്റ് സെയിം തന്നെയാണ് 0.45. ആൻഡ് നമ്പേഴ്സ് ഹാള് ഒന്നാണുള്ളത്, ബെഡ്റൂം ഒന്നാണുള്ളത്, ഡൈനിങ് ഒന്നാണുള്ളത്, കിച്ചൺ ഒന്നാണുള്ളത്, ആൻഡ് ടോയ്ലറ്റ് മാത്രം 2 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റീസ് എല്ലാം ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ റിമാർക്സിൽ പ്രത്യേകം നിങ്ങൾ ആ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് ലെങ്ത് കിട്ടി എന്ന് ഓർമ്മയില്ലെങ്കിൽ റിമാർക്സിൽ എഴുതി വെക്കുക കഴിഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ നിന്നും മൈനസ് 1 വിഡ്ത്ത് ഓഫ് ബേസ്മെൻറ്റ് അല്ലേ. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ നിന്നും ഒരു തവണ ബേസ്മെൻറ്റിൻ്റെ വിഡ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടും. ആ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, എത്രയാണ് കിട്ടുന്നത്, ഓരോന്നും എത്രയാണ് കിട്ടുന്നത് നോക്കുക. ആൻഡ് ഇതെല്ലാം കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നെറ്റ് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് ഫില്ലിംഗ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക, കണ്ടെത്തുക, ഈ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് DPC എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ ചില ക്വസ്റ്റ്യനുകളിൽ തരാറുണ്ട്. അപ്പോൾ ആ DPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയാം ഡാംപ് പ്രൂഫ് കോഴ്സ് എന്നാണ്. ഡാംപ് പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഈർപ്പം ചുമരിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ബേസ്മെന്റിന്റെ മുകളിൽ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് DPC. നല്ല മഴ പെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ബേസ്മെന്റിന്റെ അകത്തൊക്കെ നമ്മൾ മണ്ണ് നിറക്കുകയാണ്. ആൻഡ് ആ മണ്ണിന്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ തറയിൽ നിന്നാണ് പിന്നെ ചുമര് പൊക്കി കൊണ്ടുപോകുന്നത്. അപ്പം നല്ലോണം മഴ പെയ്യുന്ന സമയത്ത് കാപ്പിലറി ആക്ഷൻ എല്ലാം കാരണം താഴത്തെ ഗ്രൗണ്ട് സർഫേസിൽ നിന്നും ഈർപ്പം മണ്ണിലൂടെ മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് അതുപോലെ തന്നെ ചുമരിലോട്ട് കയറിയാൽ എന്ത് സംഭവിക്കും? ചുമര് നമ്മൾ ഒരു പക്ഷേ ഇന്റർലോക്ക് ബ്രിക്ക് കൊണ്ടോ ഒക്കെ നിർമ്മിച്ചതായിരിക്കാം, ലാറ്ററൈറ്റ് സ്റ്റോൺ ഒക്കെ നിർമ്മിച്ചായിരിക്കാം. അപ്പൊ ഈർപ്പം ഈ കല്ലിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കല്ല് സോഫ്റ്റ് ആവാനും കല്ലിന് കംപ്ലൈന്റ് വരാനും സ്ട്രെങ്ത് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈർപ്പം ചുമരിലോട്ട് കയറുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ബേസ്മെന്റിന്റെ ഏറ്റവും മുകളിലെ സർഫേസിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ഒരു ലെയറിനെ പറയുന്ന പേരാണ് DPC അഥവാ ഡാംപ് പ്രൂഫ് കോഴ്സ്.
ഈ ഫിഗറിൽ നിങ്ങൾക്ക് ബേസ്മെന്റ് കാണാം. ഈ ബേസ്മെന്റിന്റെ മുകളിലായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുക. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സിന്റെ വിഡ്ത്ത് എത്രയായിരിക്കും? ഈ ബേസ്മെന്റിന്റെ അതേ വിഡ്ത്ത് തന്നെ ആയിരിക്കും ഡാം പ്രൂഫ് കോഴ്സിന്റെ വിഡ്ത്ത് ആയിട്ട് വരുന്നത്. ഇനി ലെങ്തോ, നമുക്കറിയാം സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടാൽ മതി, ബേസ്മെന്റിന്റെ സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടാൽ മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഡാം പ്രൂഫ് കോഴ്സ് ഒരു ചെറിയ നേർത്ത പാളിയായിട്ടാണ് നമ്മൾ കൊടുക്കുക. ചിലപ്പോൾ അത് കോൺക്രീറ്റ് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ബിറ്റുമിനസ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ നേർത്ത പാളിയായിട്ടാണ് കൊടുക്കുന്നത് ഉള്ളതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഏരിയയിലാണ് നമ്മൾ പറയാം, എം സ്ക്വയർ എന്നുള്ള രീതിയിലാണ് പറയാം. എം ക്യൂബ് എന്നുള്ള ഒരു വോളിമെട്രിക് ക്വാണ്ടിറ്റി അല്ല വരിക, ഒരു ഏരിയ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് വരിക. അപ്പോൾ അത് ഏരിയയിൽ പറയാൻ നമുക്ക് നീളവും വീതിയും മാത്രം മതി, ഉയരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 2 സെൻറ്റിമീറ്റർ തിക്നെസ്സിലൊക്കെയാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മളത് ആ തിക്നെസ്സിനെ നമ്മൾ പരിഗണിക്കാറില്ല. വി വിൽ ബി സ്പെസിഫൈയിങ് ഇറ്റ് ഇൻ ദ വോളിയം, സോറി ഇൻ ദ ഏരിയ. അപ്പോൾ നമുക്ക് ഡി പി സി നോക്കാം. ഡി പി സി ഹൈറ്റ് നമ്മൾ കൊടുക്കൂല എന്ന് പറഞ്ഞു, കാരണം അത് ഏരിയയിലാണ് അത് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ ഡി പി സി എങ്ങനെ കാണാൻ പറ്റും? സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ ഡി പി സി വിൽ ബി ഈക്വൽ ടു ദ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ ബേസ്മെന്റ്. ബേസ്മെന്റിന്റെ സെൻട്രൽ ലൈൻ ലെങ്ത് നമ്മൾ എങ്ങനെ കണ്ടു? 51.1ൽ നിന്നും നമ്പർ ഓഫ് ടി ജംഗ്ഷൻസ് ആയിട്ടുള്ള 10 ഇൻറ്റു വിഡ്ത്ത് എന്നുള്ളത് ബേസ്മെന്റിന്റെ വിഡ്ത്ത് 0.45 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞപ്പം വാട്ട് വി ഹാവ് ഗോട്ട്, നമുക്ക് കിട്ടി 52.85 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ ഡി പി സി is equal to or it is similar to the length of the basement. ആ വാല്യൂ ഞാൻ ഇവിടെ എഴുതുകയാണ്. it is 52.85 meter length കിട്ടി. and the breadth of the DPC is same as the depth of the basement, which is 0.45. and DPC യുടെ ലെയർ ഒറ്റ ലെയർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ 1 നമ്പർ കൊടുത്തു, ലെങ്ത് കിട്ടി, ബ്രെഡ്ത്ത് കിട്ടി, and we are not including the depth here in the calculation. So we will get the area in m square. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ക്വാണ്ടിറ്റി here it is m square. അപ്പോൾ യൂണിറ്റ് അതിൻ്റെ കൂടെ തന്നെ എഴുതണം. അത് നമ്മൾക്ക് എം ക്യൂബുമായി കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡി പി സി നിങ്ങൾക്ക് എത്രയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക, ആൻഡ് അതിൻ്റെ യൂണിറ്റ് കൃത്യമായി അതിൻ്റെ കൂടെ എഴുതി വെക്കുക. ഇറ്റ് ഈസ് എം സ്ക്വയർ. അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് ബ്രിക്ക് മേസൺറി ആണ്. വാട്ട് ഇസ് ബ്രിക്ക് മേസൺറി? കൽപ്പടവാണ്. എവിടെ? ചുമരിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ ഒന്ന് കാണിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ കൽപ്പടവ് വരിക അല്ലേ? അപ്പോൾ ആ ഫിഗറിൽ, സെക്ഷൻ ഫിഗറിൽ കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട്. 300 സെൻറ്റിമീറ്റർ അഥവാ 3000 mm, 3 മീറ്റർ ആണ് ഈ കൽപ്പടവിൻ്റെ ഹൈറ്റ് വരുന്നത് ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്? നമുക്ക് സെൻട്രൽ ലൈൻ ലെങ്ത് കാണണം. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടിട്ട് അതിൻ്റെ വീതി കൊണ്ട് ഗുണിച്ച് ഉയരം കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വോളിയം ഓഫ് ദ ചുമര് കിട്ടും. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ ചുമര് മാത്രമല്ല, അതിൽ കുറേ ഓപ്പണിങ്സ് ഉണ്ട്, കുറേ ജനലുകൾ വരുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഇടയിലൂടെ ഒരു ലിൻഡൽ അല്ലേ, 15 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു ലിൻഡൽ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊന്നും ശരിക്കും ഒരു ഇഷ്ടിക ഉപയോഗിച്ച് പടവ് നടക്കണില്ല. അപ്പോൾ അത് നമ്മൾ ഈ ടോട്ടൽ ചുമരിൻ്റെ വോളിയം കണ്ടെത്തിയതിന് ശേഷം അതിൽ നിന്ന് കുറക്കണം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ടോട്ടൽ സെൻറ്റർ ലൈൻ ലെങ്ത് കാണും, അതിനെ വിഡ്ത്ത് കൊണ്ട് ഗുണിച്ച് ഹൈറ്റ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് ദ ചുമര് കിട്ടും. എന്നിട്ട് അതിൽ നിന്നും എത്രത്തോളം ജനൽ വരുന്നുണ്ടോ, എത്രത്തോളം വാതിലുകൾ വരുന്നുണ്ടോ, അതെല്ലാം അതിൻ്റെ വോളിയം എല്ലാം നമ്മൾ അവിടുന്ന് കുറക്കും. അതേപോലെ ലിൻഡൽ വരുന്നുണ്ടെങ്കിൽ ആ ലിൻഡലിൻ്റെ വോളിയം നമ്മൾ അവിടുന്ന് കുറക്കും. അപ്പോൾ നമുക്ക് കൃത്യമായി എത്ര എം ക്യൂബ് ഓഫ് ബ്രിക്ക് വർക്ക് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ മെത്തേഡാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ ഫിഗർ ഒന്ന് കാണിക്കാം. ഇവിടെ ഫിഗറിൽ കൃത്യമായിട്ട് ഏരിയ ടു ബി റിമൂവ്ഡ് അല്ലെങ്കിൽ ഏരിയ ടു ബി ഡിഡക്റ്റഡ്, നമ്മൾ ഉപയോഗിക്കുന്ന ടേം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡിഡക്ഷൻ എന്നാണ് പറയാം. കുറവ് എന്നുള്ളതിനെയാണ് നമ്മൾ ഡിഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് സബ്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ള ആ കറക്റ്റ് മീനിങ്ങിലാണ് ഇവിടെ ഡിഡക്ഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഡക്ഷനായിട്ട് എന്തൊക്കെയാണ് വരിക? വിൻഡോ വരും, ഡോർ വരും, ടോയ്ലറ്റിന് മുമ്പിൽ വരുന്ന വെന്റിലേറ്റേഴ്സ് വരും, പിന്നെ ലിൻറ്റൽ വരും. ഇത്രയും കാര്യങ്ങൾ ടോട്ടൽ എൻറ്റയർ വോളിയത്തിൽ നിന്നും നമുക്ക് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഒന്ന് 3 മീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്നുള്ളതും
പിന്നെ വാൾ തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.2 മീറ്റർ അഥവാ 20 സെന്റിമീറ്റർ തിക്നെസ് വാളാണ് ഉള്ളത് എന്നുമാണ് നമുക്ക് ഇതിനകത്ത് ഓർത്ത് വെക്കാനുള്ളത്. പിന്നെ സെൻട്രൽ ലൈൻ ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടെത്താൻ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ഈസി. അപ്പോൾ നമുക്ക് സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടെത്താം. ആദ്യം സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ വാൾ, length 51.1 minus number of T junctions 10 into width 0.2 by 2. That is 55.1 minus 1, that is 54.1 meter. So we have found out the length of the brickwork. Total length, central line length is 54.1. We know the breadth of the brickwork is 20 centimeter, that is 0.2 meter, and the depth or the height is given in the section figure, that is 3 meter. But 54.1 into 0.2 into 3 ചെയ്തു കഴിഞ്ഞാൽ we will get the quantity of the brickwork. ഓക്കെ, പക്ഷെ അത്രയും ബ്രിക്ക് വർക്ക് ഇൻ റിയൽ കേസിൽ ഇല്ല. കാരണം എന്താ, അവിടെ കുറെ ഓപ്പണിങ്സ് വരുന്നുണ്ട്, അവിടെ ലിൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാലാണ് ആക്ച്വൽ വാല്യൂ ഓഫ് ബ്രിക്ക് വർക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഡിഡക്ഷൻസ് എന്ന് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ W1, W2, D1, D2, D3, വെന്റിലേറ്റർ ആൻഡ് ലിൻഡൽ എന്ന കാര്യങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പേഴ്സ് ഓഫ് ഓൾ ദീസ് ക്വാണ്ടിറ്റി. ഓരോ സാധനത്തിൻ്റെയും നമ്പർ കണ്ടെത്തണം. അപ്പോൾ W1 എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5. 5 വിൻഡോ 1കളുണ്ട്. ഞാൻ അതിൻ്റെ നമ്പർ മാർക്ക് ചെയ്തു. ആൻഡ് വിൻഡോ 2 ആകെ ഒന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഗിവൺ ദ ഫിഗർ, ഒന്ന് മാത്രം. ആൻഡ് വാട്ട് അബൌട്ട് ദ D1? ഡോറ് വരുന്നത് 1, 2. 2 D1 ഡോറുകളാണുള്ളത്. വാട്ട് ഈസ് D2? വാട്ട് അബൌട്ട് D2? 1, 2. 2 D2 ഡോറുകളാണ് വരുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് D3? 1, 2. 2 D3 ഡോറുകളാണ് വരുന്നത്. വാട്ട് അബൌട്ട് ദ വെന്റിലേറ്റർ ഒന്ന് മാത്രമാണ് വരുന്നത്. ആൻഡ് ലിൻഡലും ത്രൂ ഔട്ട് ദ വാൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ നമ്പേഴ്സ് ഞാൻ ആദ്യം മാർക്ക് ചെയ്തു പ്ലാനിൽ നോക്കിയിട്ട്. ഇനി ആ ഫിഗർ ഞാൻ ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെയാണ് ഇനി ആവശ്യമുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. D1, D2, D3, W1, W2, വെന്റിലേറ്റർ. ഇത് ഞാൻ ആദ്യം തന്ന ഫിഗറിൽ അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് വിൻഡോ നോക്കാം. വിൻഡോ 1 അതിൻ്റെ 1500 × 1500, അതായത് അത് mm-ലാണ് ആ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത്. ലെങ്ത് 1.5 മീറ്റർ, ബ്രെഡ്ത്ത് 1.5 മീറ്റർ, സോറി ഹൈറ്റ് 1.5 മീറ്റർ. ആൻഡ് W2 1500 × 1100, 1500 വീതിയും 1100 ഉയരവും. അതേപോലെ D1 ഡോറ് 1100 വീതിയും 2100 ഉയരവും, 2.1. D2 1000 വീതിയും 2100 ഉയരവും. D3 0.9 വീതിയും 2.1 ഉയരവും. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ തരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഒരു x × y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ലെങ്ത് ആണ്, y ഹൈറ്റ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ബ്രെഡ്ത്ത്? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചുമരിൻ്റെ വീതിയാണ് ബ്രെഡ്ത്ത് ആയിട്ട് കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് 0.2. അതായത് ചുമരിലാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള തുളയിടുന്നത്, അല്ലേ? അപ്പോൾ 1.5 മീറ്റർ നീളത്തിലും 1.5 മീറ്റർ ഉയരത്തിലും 20 സെന്റിമീറ്റർ കനത്തിലുള്ള തുളയാണ് നമ്മൾ ആ ചുമരിലിടുന്നത്. അതാണ് ഇവിടെ ഡിഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ കുറക്കുന്നത്. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഡോറിന്റെ ഡയമെൻഷൻസ് ഉണ്ടാവും, വിൻഡോസിന്റെ ഡയമെൻഷൻസ് ഉണ്ടാവും. അതേപോലെ വെന്റിലേറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. വെന്റിലേറ്ററിന്റെ പിന്നെ നീളം പറയുന്നത് 1000 ആണ്, അതായത് 1 മീറ്റർ. വെന്റിലേറ്ററിന്റെ ഉയരം പറയുന്നത് 1/2 മീറ്റർ ആണ്, 0.5. 500 ഒക്കെ mm-ലാണെന്നുള്ളത്. 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മീറ്റർ ആണ്. തിക്നെസ് എന്ന് പറയുമ്പോൾ ചുമരിന്റെ തിക്നെസ് 0.2. ആൻഡ് ലിൻഡൽ, വാട്ട് അബൌട്ട് ദ ലിൻഡൽ? ജസ്റ്റ് ഞാനതൊന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, ലിൻഡലിനെ കുറിച്ചിട്ട് ഫിഗറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 15 സെന്റിമീറ്റർ തിക്ക് ലിൻഡലാണ്. അപ്പോൾ തിക്നെസ് നമുക്കറിയാം 0.15, 15 സെന്റിമീറ്റർ ആണ്. വീതി നമുക്കറിയാം 0.2. ആൻഡ് വാട്ട് അബൌട്ട് ദ ലെങ്ത്? സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ ലിൻഡൽ. സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ വിൻഡൽ വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ വാൾ. ബിക്കോസ് എന്താ കാരണം?
ലിൻഡൽ കൊടുക്കുന്നത് എക്സാക്ട്ലി വാളിന്റെ മുകളിലൂടെയാണ്, വാളിന്റെ അതേ വീതിയിലാണ്. അതുകൊണ്ട് സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ വാൾ വിൽ ബി ഈക്വൽ ടു സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ ലിൻഡൽ. അപ്പോൾ നമുക്ക് ആ വാല്യൂ സെയിം എടുത്ത് എഴുതാം, 54.1. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞു ബ്രിക്ക് മേസൺറിയുടെ. അതായത് ബ്രിക്ക് മേസൺറി ടോട്ടൽ നമ്മൾ ഇവിടെ കണ്ടു, അതിൽ നിന്നും ഇത്രയും വാല്യൂസ് മൈനസ് ചെയ്യണം. അപ്പോൾ അതായത് ഇവിടെ ഒരു എക്സ് ആണ് കിട്ടുന്നതെങ്കിൽ ഇതൊരു വൈ ആണെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 54 × 0.2 × 0.3 എന്നുള്ള വാല്യൂ ഇവിടെ എഴുതുക എക്സ് ആയിട്ട്. ഡിഡക്ഷൻ എന്നുള്ളത് ടോട്ടൽ എത്ര, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ 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 ഇങ്ങനെ കൂട്ടി 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 വരിക. എന്നിട്ട് ഇവിടെ തന്നിട്ടുള്ള ഈ എക്സിൽ നിന്നും ഈ ടോട്ടൽ ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് ബാക്കി വരുന്ന വാല്യൂ ആണ് നെറ്റ് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എഴുതേണ്ടത്. സോ ഫൈൻഡ് ഇറ്റ് ഔട്ട്, കംപ്ലീറ്റ് ദ നോട്ട്സ് ആൻഡ് സബ്മിറ്റ് ഇറ്റ് ഇൻ ദ ഗൂഗിൾ ക്ലാസ് റൂം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വാണ്ടിറ്റിയിലോട്ട് പോകാം. ഇറ്റ് ഈസ് RCC or reinforced cement concrete with 20 mm മെറ്റൽ. സാധാരണ കോൺക്രീറ്റ് ആണ്. ഫോർ ദ ലിൻഡൽ, ലിൻഡലിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഡക്ഷൻ ആയിട്ടാണ് ലിൻഡൽ കരുതിയത്. അപ്പോൾ ഇനി നമ്മൾ അതിന്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ലിൻഡൽ കാണണം. അപ്പോൾ ലിൻഡൽ എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം. ഏകദേശം ഒരു 2.1 മീറ്റർ ഉയരം കഴിഞ്ഞിട്ട് ചുമരിന്റെ പടവ് കഴിഞ്ഞിട്ട് ഒരു 15 സെന്റിമീറ്റർ കനത്തിലാണ് നമ്മൾ ഈ ലിൻഡൽ കൊടുക്കുന്നത്. ആൻഡ് 20 സെന്റിമീറ്റർ വീതിയിലാണ് ആ ലിൻഡൽ കൊടുക്കുന്നത്. അപ്പോൾ ഉയരവും അറിയാം വീതിയും അറിയാമെങ്കിൽ നമുക്കതിന്റെ ക്വാണ്ടിറ്റി കാണാം. ലിൻഡലിന്റെ വീതി നമുക്കറിയാം 0.2 ആണ്, ഹൈറ്റ് നമുക്കറിയാം 0.15 ആണ്, 15 സെന്റിമീറ്റർ. ആൻഡ് സെൻട്രൽ ലൈൻ ലെങ്ത് നമ്മൾ നേരത്തെ വാളിൻ്റെത് കണ്ടെത്തി അതേപോലെ തന്നെയാണ് വരിക. 0.2/2 = 54.1 മീറ്റർ. അപ്പോൾ അത് ഓരോ തവണയും നിങ്ങളിത് റിമാർക്സിൽ കണ്ടുവെക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ വാല്യൂ കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലെങ്ത് 54.1 മീറ്റർ, ബ്രെഡ്ത്ത് 0.2 ആൻഡ് ഹൈറ്റ് 0.15 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ലിൻഡൽ. അതും നിങ്ങൾ കണ്ടെത്തുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് സൺഷെയ്ഡ് ആണ്. ആൻഡ് സൺഷെയ്ഡ് എന്നുള്ള ക്വാണ്ടിറ്റി ഫിഗറിൽ തന്നിട്ടില്ല, ഇത് ഞാൻ ആഡ് ചെയ്തതാണ്. കാരണം ഇനി വരാവുന്ന എല്ലാ വീടിന്റെ പ്രോബ്ലത്തിലും നമ്മൾ പക്ഷേ സൺഷെയ്ഡ് കാണാൻ സാധ്യതയുണ്ട്. ആൻഡ് സൺഷെയ്ഡിന്റെ സ്പെസിഫിക്കേഷനിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം നോക്കണം. ഇറ്റ് ഈസ് ഗിവൺ ത്രൂ ഔട്ട് ദ ബിൽഡിംഗ്. ചില വീടുകൾക്ക് ജനലിന്റെ മുകളിൽ മാത്രമേ സൺഷെയ്ഡ് കൊടുക്കാറുള്ളൂ, ചില വീടുകൾക്ക് ത്രൂ ഔട്ട് ദ ബിൽഡിംഗ് വീടിന് ചുറ്റും കൊടുക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മഴ പെയ്യുന്ന സമയത്ത് ചുമരിലോട്ട് വെള്ളം അടിച്ച് വീഴ്ചാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൺഷെയ്ഡ്. അത് പിന്നെ രണ്ടാമത്തെ ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് വെയിലടിക്കുന്ന സമയത്ത് കുറച്ചൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്, വെയിൽ ഡയറക്റ്റ് വിൻഡോ വഴി അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സൺഷെയ്ഡിന്റെ ആവശ്യം വരുന്നത്. അതായത് നമ്മുടെ കേരള ബിൽഡിങ്ങിലാണ് സൺഷെയ്ഡ് ഏറ്റവും കൂടുതലായിട്ട് കാണുക. പിന്നെ തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ സൺഷെയ്ഡ് ഇല്ലാത്ത ബിൽഡിങ്ങുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അവിടെ ഈ റെയിനിന്റെ ശല്യം അത്ര ഇല്ലാത്തത് കൊണ്ടാണ്. റെയിനി സീസൺ എന്നുള്ളൊരു വലിയ സീസൺ അവർക്കില്ല, അതുകൊണ്ട് ഒരു സൺഷെയ്ഡ് അവർക്ക് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ചില ബിൽഡിങ്ങിൽ കാണാം. പക്ഷെ കേരളത്തിലെ എല്ലാ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്തും സൺഷെയ്ഡ് മസ്റ്റ് ആണ്. സൺഷെയ്ഡ് ഇല്ലെങ്കിൽ ചുമര് എല്ലാ സമയത്തും വെറ്റായി കിടക്കും. അത് ആൽഗിയ പോലത്തെ സംഭവം വരാനും പൂപ്പൽ വരാനും പായൽ വരാനൊക്കെ കാരണമാവും. അപ്പോൾ സൺഷെയ്ഡിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ബ്ലൂ കളറിൽ കൊടുത്തൊന്ന് വായിച്ചു നോക്കാം. 60 സെന്റിമീറ്റർ വൈഡ്, 60 സെന്റിമീറ്റർ ആണ് വീതി ഉള്ളത്. അതായത് ചുമരിൽ നിന്നും 60 സെന്റിമീറ്റർ പ്രോജക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ എന്ത് നിൽക്കുന്നത്, സൺഷെയ്ഡ് നിൽക്കുന്നത്. ആൻഡ് 75 mm അറ്റ് ദ ഫിക്സ്ഡ് എൻഡ് ആൻഡ് 50 mm അറ്റ് ദ ഫ്രീ എൻഡ്. അത് അതിന്റെ തിക്നെസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ അത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സൺഷെയ്ഡ് കാണിച്ചിട്ടുണ്ട്, മറ്റേ ഫിഗറിൽ അതില്ല. ഇവിടെ സൺഷെയ്ഡ് ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൺഷെയ്ഡിന്റെ ഡയമെൻഷൻസ് ഞാൻ അവിടെ കാണിച്ചു. എന്തായിരുന്നു? ഫിക്സ്ഡ് എൻഡിൽ 75 mm ആണ്, അതായത് 7.5 സെന്റിമീറ്റർ കനം. ഫ്രീ എൻഡിൽ ഇറ്റ് ഈസ് 5 സെന്റിമീറ്റർ കനം, അല്ലെങ്കിൽ 50 mm കനം. ഈ ഫിക്സ്ഡ് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലിൻഡൽ നിർമ്മിക്കുന്നതിന്റെ കൂടെ തന്നെയാണ് അതിന്റെ സൺഷെയ്ഡ് കൂടി നിർമ്മിക്കുക. അപ്പോൾ ലിൻഡലിനകത്തുകൂടെയാണ് ഇതിന്റെ ഇപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ലിൻഡലിനകത്തോട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ റീഇൻഫോഴ്സ്മെന്റ് വരിക, അതിന്റെ കമ്പി ഇടുക. അപ്പോൾ ആ കമ്പി ഇടുന്ന സമയത്ത് ലിൻഡലും സൺഷെയ്ഡും ഒരുമിച്ചാണ് നമ്മൾ വാർക്കുക. അപ്പോൾ ഫിക്സ്ഡ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഷെയ്ഡിന്റെ ലിൻഡലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ
ഫിക്സ്ഡ് എൻഡ് എന്ന് പറയാം. ബാക്കി പുറത്തോട്ട് തള്ളിക്കുന്ന ലാസ്റ്റ് എൻഡിനെയാണ് ഫ്രീ എൻഡ് എന്ന് പറയാം. അപ്പോൾ ഫിക്സ്ഡ് എൻഡും ഫ്രീ എൻഡും മനസ്സിലാക്കുക. അപ്പോൾ അതിന്റെ കനം കൂടിയ ഭാഗം എവിടെയായിരിക്കും? ഫിക്സ്ഡ് എൻഡിൽ തന്നെയായിരിക്കും. കാരണം എന്താണ്? നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് ഈ സ്ലോപ്പ് കൊടുത്താൽ മാത്രമേ ഈ വെള്ളം ഇതിന്റെ മുകളിലൂടെ വന്ന് പുറത്തോട്ട് ഡ്രെയിൻ ആവുള്ളൂ. ഡ്രെയിൻ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചു പോവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെറിയ സ്ലോപ്പ് കൊടുക്കും. ആ സ്ലോപ്പ് എത്രത്തോളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2.5 സെന്റിമീറ്റർ ആയിരിക്കും ആ സ്ലോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 5 സെന്റിമീറ്റർ ആണ് കനം, ഇവിടെ 7.5 സെന്റിമീറ്റർ ആണ് കനം വരുന്നത്. ഇവിടെ ലേശം കനം കൂട്ടി കൊടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിന്റെ ഏത് കാണാം? ക്വാണ്ടിറ്റി കാണാം. ക്വാണ്ടിറ്റി കാണണമെങ്കിൽ നമുക്ക് അറിയാം, ലെങ്ത് അറിയണം, ബ്രെഡ്ത്ത് അറിയണം, ഹൈറ്റ് അറിയണം, അല്ലെ? അപ്പൊ ഇവിടെ ലെങ്ത് എങ്ങനെയാണ്? ഈ വീടിന്റെ ചുറ്റുമാണ് ഈ സൺഷെയ്ഡ് പോകുന്നത്. അപ്പൊ വീടിന് ചുറ്റുള്ള സൺഷെയ്ഡ് എങ്ങനെയാണ് നമുക്ക് പ്ലാനിൽ നോക്കി അതിന്റെ സെന്റർ ലൈൻ ലെങ്ത് കണ്ടെത്തിയിട്ട് അതിന്റെ വീതിയും ഉയരവുമായി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റിയിലോട്ട് എത്തണം. അപ്പൊ പിന്നെ സൺഷെയ്ഡിന്റെ ക്വാണ്ടിറ്റി നമുക്ക് നോക്കാം. പ്ലാനിൽ നമ്മൾ ഇത് വാൾ പ്ലാൻ ആണ്. അതിൽ 10.7, 7.2, 6.9, 2.6, 3.8, 4.6 ഇത്രയും കാര്യങ്ങളാണ് വാളിന്റെ ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻ ആയിട്ട് വരുന്നത്. ഇനി ഇതിലോട്ടാണ് നമ്മൾ സൺഷെയ്ഡ് കൊടുക്കുന്നത്. സൺഷെയ്ഡ് എന്ന് പറയുമ്പോൾ ആ വീടിന്റെ ചുമരിൽ നിന്നും പുറത്തോട്ട് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാം. അപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഇവിടെ സൺഷെയ്ഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അപ്പോൾ സൺഷെയ്ഡിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാ സൈഡിലും 60 സെന്റിമീറ്റർ എങ്കിലും തള്ളിയിട്ട് വേണം നമ്മൾ ഈ പിന്നെ സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what we have to find next? We have to find the center line length, അല്ലേ? അപ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത് നമുക്ക് കണ്ടെത്തണം. അത് കണ്ടെത്താൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഈ വാളിന്റെ ഔട്ടർ ടു ഔട്ടർ നമുക്കറിയാം 4.6 ആണ് വാളിന്റെ ഔട്ടർ ടു ഔട്ടർ വരുന്നത്. അതിനേക്കാളും ഒരു 60 സെന്റിമീറ്റർ കൂടിയിട്ടാണ് സൺഷെയ്ഡിന്റെ നീളം പോണത്. അപ്പോൾ അതിന്റെ സെന്റർക്ക് കിട്ടണമെങ്കിലോ ഒരു 30 സെന്റിമീറ്റർ രണ്ട് സൈഡിലും കൂട്ടണം. അപ്പോൾ നമുക്ക് 4.6നോട് ഒരു 0.6 കൂട്ടിക്കഴിഞ്ഞാൽ 5.2 ആണ് അവിടുത്തെ ഡയമെൻഷൻ വരിക. അപ്പോൾ ഈ സെൻട്രൽ ലൈൻ ലെങ്ത് മാർക്ക് ചെയ്ത് നിങ്ങൾ ഓരോ ഡയമെൻഷൻസും കൃത്യമായിട്ട് മെഷർ ചെയ്ത് അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആ സെൻട്രൽ ലൈൻ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലുള്ള ഓരോ ഡയമെൻഷൻസും ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് എഴുതാം. ഇവിടുത്തെ വോളിന്റെ ലെങ്ത് 4.6 ആയിരുന്നു. ആ 4.6നോട് 0.3 കൂട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 5.2 മീറ്റർ ആയിരിക്കും അതിന്റെ ലെങ്ത് വരിക. ഓക്കെ. അപ്പോൾ അതേപോലെ ഇവിടെ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് 3.8 മീറ്റർ ആണ് ഈ വോളിന്റെ ഔട്ടർ ടു ഔട്ടർ വരുന്നത്, ഇവിടം തൊട്ട് ഇവിടം വരെ. ഇവിടെ സംഭവിക്കുന്നത് ഇവിടുന്ന് ഒരു 30 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഒരു 30 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരും. അപ്പോൾ ടോട്ടലി ഈ ലെങ്ത് ഇത്ര ഉണ്ടാവും. ഇറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് 3.8 മീറ്റർ. ഓക്കെ. അതേപോലെ ഇവിടെയും 2.6 മീറ്റർ എന്നുള്ളത് സെയിം ആയിരിക്കും. ഈ വോളിന്റെ ഈ വാല്യൂ 2.6 ആണ്. അതേപോലെ തന്നെ ഈ സൺഷെയ്ഡിന്റെ ഈ വാല്യൂ 2.6 ആണ് വരിക. ഇവിടെ 3.8 വരുന്നത്, ഇത് 3.8. ഇവിടെ മാത്രമേ ആ ഒരു കോമൺ വരുള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ 6.9 മീറ്റർ പ്ലസ് ഒരു 0.6 കൂടും. ഇവിടെ 7.2 മീറ്റർ ആണ് ഔട്ടർ ടു ഔട്ടർ വരുന്നത്, അതിനോട് 0.6 കൂടും. ഇവിടെ 10.7 ആണ്, അതിനോട് ഒരു 0.6 കൂടും. അപ്പോൾ ടോട്ടലി 11 പോയിന്റ് സംതിങ് ആവും. അങ്ങനെ ഓരോന്നും കൂടും. ഈ കോർണറിൽ മാത്രമാണ് ആ സെയിം വാല്യൂ റിപ്പീറ്റ് ചെയ്യുക. ബാക്കി എല്ലാ സൈഡിലും ഒരു 0.6 വെച്ച് പ്ലസ് വരും. ഓക്കെ. അപ്പോൾ അതെന്താണ് കാരണം എന്ന് നിങ്ങൾ ഫിഗർ വരച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് പറഞ്ഞത്. ഇനി അപ്പോൾ ആ വാല്യൂസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് സെന്റർ ലൈൻ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ 11.3, 5.2, 3.8, 2.6, 7.5 and 7.8 ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ we will get the total center line length of the sunshade. അപ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ സൺഷെയ്ഡ് ഞാൻ ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 11.3 പ്ലസ് 7.8 പ്ലസ് 5.2 പ്ലസ് 3.8 പ്ലസ് 2.6 പ്ലസ് 7.5 is equal to
38.2 മീറ്റർ. അപ്പോൾ നമുക്ക് സൺഷെയ്ഡിൻ്റെ ലെങ്ത് കിട്ടി 38.2 മീറ്റർ. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് എഴുതി വെക്കാം. ലെങ്ത് ഈസ് ഈക്വൽ ടു 38.2 മീറ്റർ. ആൻഡ് വാട്ട് അബൌട്ട് ദ ബ്രെഡ്ത്ത്? ബ്രെഡ്ത്ത് നമുക്കറിയാം 0.6 മീറ്റർ ആണ് അല്ലേ? ഈ ഫിഗറിൽ നമുക്ക് കാണാം 0.6 മീറ്റർ ആണ് വീതി, 60 സെൻറ്റിമീറ്റർ ആണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഹൈറ്റ്? എത്രയാണ് ഇതിൻ്റെ ഉയരം വരുന്നത്? രണ്ട് ഉയരം വരുന്നുണ്ട്. 0.075 ഒരു തലക്ക് വരുന്നുണ്ട്, ഒരു തലക്ക് 0.05 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് എടുക്കാം. അപ്പോൾ ആവറേജ് എങ്ങനെ എടുക്കാം? 0.075 പ്ലസ് 0.05 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് എത്രയാണ് വരിക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കിട്ടുന്ന വാല്യൂ അത് എത്രയാണോ ആ വാല്യൂ നിങ്ങൾ ഇവിടെ ഹൈറ്റ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ ഡെപ്ത് ആയിട്ട് എഴുതുക. അപ്പോൾ ആ വാല്യൂ കിട്ടിയത് എന്തിനാണ്? അത് പ്രത്യേകം ഞാൻ ഇങ്ങനെ എക്സ് മാർക്ക് ചെയ്യാൻ കാരണം ഹൈറ്റ് ഓഫ് സൺഷെയ്ഡ് നമ്മൾ എടുക്കുന്നത് ആവറേജ് ഓഫ് ഹൈറ്റ് അറ്റ് ഫിക്സ്ഡ് എൻഡ് ആൻഡ് ഹൈറ്റ് അറ്റ് ദ ഫ്രീ എൻഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫിക്സ്ഡ് എൻഡിൻ്റെയും ഫ്രീ എൻഡിൻ്റെയും തിക്നെസ് വ്യത്യാസം ഉള്ളത് കൊണ്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഡെപ്ത് ആയിട്ട് കൊടുക്കേണ്ടത്. ആൻഡ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ക്വാണ്ടിറ്റി. ആൻഡ് നമ്പർ ഇവിടെ എപ്പോഴും 1 തന്നെയാണ്. ആൻഡ് അപ്പോൾ നെറ്റ് ക്വാണ്ടിറ്റിയും മറ്റേ ക്വാണ്ടിറ്റിയും സെയിം തന്നെയാണ്, അത് വ്യത്യാസമൊന്നുമില്ല. ആൻഡ് റിമാർക്സിൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ ലെങ്ത് കിട്ടിയത് എങ്ങനെയാണ്, ഹൈറ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മാർക്ക് ചെയ്യാം. ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വാണ്ടിറ്റി. It is RCC, reinforced cement concrete with 20 mm size HB metal required for roof slab. റൂഫ് സ്ലാബിന് വേണ്ടിയിട്ടുള്ള RCC. അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇനി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ RCC for റൂഫ് എന്ന് എഴുതിയാലും മതി. അപ്പോൾ സ്പെസിഫിക്കേഷൻ വെച്ച് എഴുതുമ്പോഴാണ് ഇത്രയും ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ റൂഫ് സ്ലാബ് കാണാൻ കമ്പാരിറ്റീവ്ലി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ? അതൊരു ഫ്ലാറ്റ് സർഫേസ് ആണ്. ഏറ്റവും മുകളിൽ വരുന്ന കോൺക്രീറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് സർഫേസ് ആണ് RCC വരുന്നത്. നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഈ ഫിഗറിൽ RCC ഫോർ റൂഫ് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സെക്ഷണൽ ഫിഗറിൽ പ്രോജക്ഷൻ തന്നിട്ടില്ലായിരുന്നു അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വാളിൽ നിന്നും എത്രയാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് 20 സെൻറ്റിമീറ്റർ ആയിട്ട് അങ്ങോട്ട് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ചുമരിൽ നിന്നും 20 സെൻറ്റിമീറ്റർ തള്ളിയിട്ടാണ് നമ്മുടെ സ്ലാബിൻ്റെ ഫിനിഷ് വരുന്നത്. അപ്പോൾ എന്താ ഗുണം? നമുക്ക് അതിൻ്റെ മുകളിൽ ഇനി വല്ല സംഭവം ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒരു വിസ്താരം കിട്ടും. മുകളിൽ നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ ഗ്രില്ലൊക്കെ കൊടുത്ത് ഒരു ഷീറ്റൊക്കെ ഇട്ട് വസ്ത്രം ഉണക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു വിസ്താരം കിട്ടും ലേശം പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അത് മാത്രമല്ല, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വാളിലോട്ട് ഡയറക്റ്റ് മഴ ഹിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം. അങ്ങനെ ചുമര് വെറ്റാവാതെ ഇരിക്കാൻ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ലേശം പ്രൊജക്ഷൻ ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ് റൂഫിൻ്റെ കേസിൽ. അപ്പോൾ റൂഫിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ നമുക്ക് കാണാമെന്ന് നോക്കാം. റൂഫിൻ്റെ തിക്നെസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. അതായത് ഈ സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അതായത് 0.12 മീറ്റർ ആണ് എന്നും കൂടി ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ കിട്ടി, തിക്നെസ് കിട്ടി. ഇനി ഈ പ്ലാനിൽ നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വാളിൻ്റെ ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻസ് 4.6, 3.8, 10.7 ഇതെല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നിന്നും 20 സെൻറ്റിമീറ്റർ എല്ലാ വശത്തോട്ടും പ്രോജക്റ്റ് ചെയ്തിട്ടാണ് റൂഫ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാ വശത്തോട്ടും 20 സെൻറ്റിമീറ്റർ കൂട്ടുമ്പോൾ ഇതിൽ ഡയമെൻഷൻസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ 10.7 ഇവിടെ ഒരു 20, ഇവിടെ ഒരു 20 കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 40 കൂടും. അത് 11.1 ആവും. 4.6 അത് 5 മീറ്റർ ആവും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. 5 മീറ്റർ ആവും. 3.8 ആ 3.8 എന്നുള്ളത് മാറൂല, അത് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. 2.6 അതേപോലെ തന്നെ നിൽക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഫിഗർ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 6.9 അത് ഇവിടെ ഒരു 20, ഇവിടെ 20, ടോട്ടൽ 40 കൂട്ടിക്കഴിഞ്ഞാൽ 7.3 ആവും. 7.2 ഇവിടെ ഒരു 20, ഇവിടെ 20 കൂട്ടിക്കഴിഞ്ഞാൽ 7.6 ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് കിട്ടി. ഫൈവ് മീറ്റർ ലെങ്ത് ഉള്ള ഒരു സൈഡ് 11.1, 7.6, 7.3, 2.6 ആൻഡ് 3.8 ഇത്രയുമാണ് അതിൻ്റെ ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻസ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാം? നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം അല്ലേ? നമുക്ക് ഒറ്റയടിക്ക് ഇത് കണ്ടെത്താൻ സാധിക്കില്ല. നമുക്കിതിനെ 2 കഷ്ണമാക്കി മാറ്റാം. അപ്പോൾ ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഇങ്ങനെ മുറിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഒരു പാർട്ട് 1, ഇത് പാർട്ട് 2.
അപ്പോൾ ഇനി കാണാൻ എളുപ്പമാണ്. ലെങ്ത് പാർട്ട് 1ന്റെ ലെങ്ത് നമുക്കറിയാം, ഇറ്റ് ഈസ് 11.1 ആണ് പാർട്ട് 1ന്റെ ലെങ്ത് വരുന്നത്. ആൻഡ് പാർട്ട് 1ന്റെ വിഡ്ത്ത് വരുന്നത് 5 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ കാണാൻ 11.1 ഇൻറ്റു 5 മീറ്റർ, ദാറ്റ് മീൻസ് 55.5 m² എന്ന് വരും. ഇനി വാട്ട് അബൌട്ട് ദ പാർട്ട് 2? പാർട്ട് 2ന്റെ വീതി വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് 2.6 മീറ്റർ ആണ്. പാർട്ട് 2ന്റെ നീളം വരുന്നത് താഴെ കാണിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് 7.3 മീറ്റർ ആണ്. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു 7.3 ഇൻറ്റു 2.6 വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 18.98 m² ആണ് വരിക. അപ്പോൾ നമുക്ക് രണ്ട് ഏരിയാസ് കിട്ടി, ഒരു 55.5 അറിയാം, 18.98 അറിയാം. അങ്ങനെ രണ്ട് പാർട്ടുകളാക്കിയിട്ട് നമുക്ക് ഇത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ടേബിളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ. അപ്പോൾ ടാബിലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഫിഗർ കൃത്യമായിട്ട് റിമാർക്സിലൊന്ന് വരച്ച് കാണിക്കുക. രണ്ട് കഷ്ണങ്ങളായിട്ട് തന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ആദ്യത്തെ കഷ്ണത്തിൻ്റെ നീളം നമുക്കറിയാം 11.1 ആണ്, അതിൻ്റെ വീതി 5 മീറ്റർ ആണെന്നറിയാം. രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ വീതി 2.6 ആണ്, അതിൻ്റെ നീളം 7.3 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഏരിയ ഇനി സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത് ടേബിളിൽ ഇത് ഫിഗർ ഓരോന്നും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് വളരെ ഈസി ആയിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ കഷ്ണം 11.1 ആണ് അതിൻ്റെ നീളം, 5 ആണ് അതിൻ്റെ വീതി, ഉയരം 12 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് സെക്ഷണൽ ഫിഗറിന് കിട്ടി. ഇനി രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നമ്പർ ഒന്ന് തന്നെയാണ്, ലെങ്ത്ത് 7.3 ആണ്, അതിൻ്റെ വിഡ്ത്ത് 2.6 ആണ്, അതിൻ്റെ ഉയരവും 0.12 ആണ്. അപ്പോൾ ഇനി വാട്ട് യു ഹാവ് ടു ഡു, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, വി വിൽ ഗെറ്റ് ദ ക്വാണ്ടിറ്റി. ഇതും മൾട്ടിപ്ലൈ ചെയ്യുന്നു, വി വിൽ ഗെറ്റ് ദ ക്വാണ്ടിറ്റി. എന്നിട്ട് അത് രണ്ടും കൂടി സമ്മപ്പ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ നെറ്റ് ക്വാണ്ടിറ്റി ഓഫ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ റൂഫ് സ്ലാബ്. റൂഫ് സ്ലാബ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെ വോളിയം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. വളരെ എളുപ്പമാണ് കാര്യങ്ങളെല്ലാം, പക്ഷെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ടാബിലൈസ് ചെയ്യാൻ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫൈനൽ ക്വാണ്ടിറ്റി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇറ്റ് ഈസ് ബ്രിക്ക് മേസൺറി. ബ്രിക്ക് മേസൺറി എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടിക പടവാണ്. ഫോർ വാട്ട്? ഫോർ പാരപ്പറ്റ്. അപ്പോൾ നമുക്ക് സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ പാരപ്പറ്റ് ആണ് അതിന് ആകെ കാണേണ്ടതുള്ളൂ. അത് കാണാൻ വേണ്ടി നമുക്കൊരു ഫിഗറിലോട്ട് പോവാം. ഈ ഫിഗറിൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു എന്താണ്, 20 സെൻറ്റിമീറ്റർ ആണ് ചുമരിൽ നിന്നും പ്രോജക്ഷൻ ഉള്ളത്. ആ 20 സെൻറ്റിമീറ്ററിൽ 10 സെൻറ്റിമീറ്റർ ഉൾക്കൊള്ളുന്നത് പാരപ്പറ്റ് ആണ്. അപ്പോൾ പാരപ്പറ്റ് നമ്മുടെ വീടിൻ്റെ ചുമരിൽ നിന്നും 20 സെൻറ്റിമീറ്റർ അകലെയാണ് പാരപ്പറ്റിൻ്റെ എൻഡ് നിൽക്കുന്നത്. ഒരു 10 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് പാരപ്പറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് കൃത്യമായ ഒരു ധാരണ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരും. ആൻഡ് മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, 60 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്, 60 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് പാരപ്പറ്റ് നിർമ്മിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഫിഗറിൽ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 60 ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ആൻഡ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഈസ് ഇതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ദ പാരപ്പറ്റ്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊന്ന് റബ്ബ് ചെയ്യാം. നമുക്ക് ആ പ്ലാൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി പെട്ടെന്ന് അസസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പ്ലാൻ കൊണ്ടുവരാം. പ്ലാൻ നോക്കൂ. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു 11.1 ആയിരുന്നു എന്ത്, റൂഫിൻ്റെ ഔട്ടർ ടു ഔട്ടർ ലെങ്ത്. അതേപോലെ 5 മീറ്റർ ആയിരുന്നു ഈ സെക്ഷൻ്റെ റൂഫിൻ്റെ ഔട്ടർ ടു ഔട്ടർ. ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക, റൂഫിൻ്റെ ഔട്ടർ ടു ഔട്ടർ ആണ്. അതേപോലെ 3.8 ഉണ്ട്, 2.6 ഉണ്ട്, 7.3 ഉണ്ട്, 7.6 ഉണ്ട്. ഇത് റൂഫിൻ്റെ ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻസ് ആണ്. ഈ റൂഫ് സ്ലാബിൻ്റെ ഔട്ടർ ടു ഔട്ടറിൽ നിന്നും എത്രയാണ് ഉള്ളോട്ട് നമ്മളെ പാരപ്പറ്റ് നിൽക്കുന്നത്? 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇതാണ് റൂഫ് സ്ലാബെങ്കിൽ അവിടെ ഒരു എൻഡിലാണ് പാരപ്പറ്റ് നിൽക്കുന്നത്. അതിൻ്റെ തിക്നെസ് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ട് എങ്ങനെ കാണാൻ പറ്റും? ഒരു 5 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ലൈൻ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗറും കൂടെ കാണിക്കാം. അപ്പോൾ ഈ ഫിഗറിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാന്നുണ്ടെങ്കിൽ 7.3 മീറ്റർ എന്നുള്ള ഈ എൻഡാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ എൻഡ്, 7.3 മീറ്റർ. ഈ 7.3 മീറ്ററിൻ്റെ വോളിൽ അതിൻ്റെ പാരപ്പറ്റ് വോളാണ്. അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് എങ്ങനെ കിട്ടാം? ഇവിടുന്ന് ഈ വോളിൻ്റെ പകുതി 5 സെൻറ്റിമീറ്റർ കുറക്കുക, ഇവിടുന്ന് 5 സെൻറ്റിമീറ്റർ കൊടുക്കുക. അപ്പോൾ 7.3യിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും 0.05 കുറച്ച് കഴിഞ്ഞാൽ 7.3 മൈനസ് 0.1 ഇറ്റ് ഈസ് 7.2.
അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഒരു 5 സെന്റിമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് പാരപ്പറ്റ്. ഇപ്പോൾ 11.10 നിന്നും 11.1 നിന്നും 0.1 കുറച്ച് കഴിഞ്ഞാൽ ഈസ് 11 മീറ്റർ. ഇവിടെ 7.5 ആവും, ഇത് 7.2 ആവും, ഈ 2.6 അതുപോലെ തന്നെ റിമൈൻ ചെയ്യും, 3.8 അതുപോലെ തന്നെ റിമൈൻ ചെയ്യും, 5 എന്നുള്ളത് 4.9 ആവും. അപ്പോൾ ഇങ്ങനെ ഈ ഡയമെൻഷൻസിൽ ഒരു 10 സെന്റിമീറ്ററിന്റെ വ്യത്യാസം വരുത്തി ടോട്ടൽ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ദ പാരപ്പറ്റ് കിട്ടും. അപ്പോൾ ഞാൻ അതൊന്ന് ഇത് ജസ്റ്റ് ഒന്ന് സമ്മ് ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് 5 മീറ്റർ ആയിരുന്നു ഇനീഷ്യൽ. അപ്പോൾ അതൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ ഞാൻ ഇതിൽ വെച്ചത്. ഈ 5 മീറ്റർ എന്താവും? ഇറ്റ് ഈസ് 4.9, 11, 7.5, 7.2 and 2.6 remains the same, 3.8 remains the same because അതിൽ ആ ഒരു ജമ്പിങ് ആണ് സംഭവിക്കുന്നത്, അല്ലാതെ എക്സ്പാൻഷൻ ഉണ്ടാവുന്നില്ല. അത് നിങ്ങൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സെന്റർ ലൈൻ ലെങ്ത് ഒന്ന് ഞാൻ കാണിച്ച പോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ടോപ്പിൽ നമുക്കുള്ളത് 11 പ്ലസ് 7.5 പ്ലസ് 7.2 പ്ലസ് 2.6 പ്ലസ് 3.8 പ്ലസ് 4.9. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 37 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ദ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ദ പാരപ്പറ്റ്, 37 meter, and number of parapet is single 1. Breadth of the parapet, it is 10 centimeter, that is 0.1 meter. Depth of the parapet is given in the sectional view, that is 60 centimeter, അഥവാ 0.6 meter. And what we have to do next is we have simply multiply length into breadth into height to get the quantity of the parapet brickwork. But normally അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടും. ഇറ്റ് ഈസ് വെരി ഈസി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടെത്തുന്നു എന്നതിൽ മാത്രമാണ് നമുക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അത് നിങ്ങൾ ഓരോ തവണ ഫിഗർ വരച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്നതായിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരപ്പറ്റ് ബ്രിക്ക് മേസൺറിയിലുള്ളതാണ്. അപ്പോൾ നോർമലി ബ്രിക്ക് വർക്ക് എന്ന് കാണുന്ന അവിടെയാണ് നമ്മൾ പാരപ്പറ്റ് കൂടെ ആഡ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പാരപ്പറ്റിനെ സെപ്പറേറ്റ് ഒരു ക്വാണ്ടിറ്റി ആയിട്ട് ഞാൻ ചെയ്തത്. ഇനി അടുത്ത പ്രോബ്ലം തൊട്ട് നമ്മൾ ബ്രിക്ക് വർക്ക് എന്നുള്ള ക്വാണ്ടിറ്റി ചെയ്യുന്ന സമയത്ത് വാളും ചെയ്യും, ഡിഡക്ഷൻസ് ചെയ്യും, അതിൻ്റെ കൂടെ പാരപ്പറ്റ് കൂടെ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതേപോലെ ലിൻഡലിൻ്റെ RCC ചെയ്യുന്ന സമയത്ത് അത് സ്ലാബിൻ്റെ RCCയോട് ചേർത്തിട്ടാണ് നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ അടുത്ത പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വാണ്ടിറ്റി നമ്മൾ തൽക്കാലം നിർത്തി വെക്കുകയാണ്. ഇത്രയും നേരം കുറച്ച് ലെങ്തി വീഡിയോ ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. സെൻട്രൽ ലൈൻ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ആദ്യത്തെ 10 ക്വാണ്ടിറ്റി ഒരു വീടിൻ്റെ റെസിഡൻഷ്യൽ പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചറൽ വർക്കിൽ വരുന്ന പ്രധാനപ്പെട്ട 10 ക്വാണ്ടിറ്റി എന്ന് നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സെയിം പ്രോബ്ലം എങ്ങനെ നമുക്ക് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് പ്രകാരം ചെയ്യാമെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതിൻ്റെ പിറ്റത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള, ഇപ്പം നമ്മൾ കണ്ടത് സ്ട്രക്ചറൽ വർക്കാണ്, അതായത് പ്രധാനപ്പെട്ട നിർമ്മാണ സംഗതികളാണ്. ഇനി ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളാണ് വരുന്നത്. പെയിൻറ്റിങ്, പോയിൻറ്റിങ്, വാർണിഷിങ്, പിന്നെ ഫിനിഷിംഗ് എന്നുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെയാണ് വരുന്നത്. അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ് സ്ട്രക്ചറൽ വർക്കിനേക്കാളും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള പഠനം ലോങ് വാൾ ഷോർട്ട് വാളുമായിട്ട് വീണ്ടും കണ്ടെത്താൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു ആരോഗ്യപരമായ ദിവസങ്ങൾ നേരുന്നു. കൃത്യമായി എല്ലാം പഠിച്ച് മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് വഴി അതെല്ലാം നേരിട്ട് ഫോൺ ചെയ്തോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓൺ ടൈമിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്ന വിഷയമാണ് ക്വാണ്ടിറ്റി സർവേ. ആൻഡ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും വേസ്റ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.